ഹലോ ഗായ്സ്. അപ്പോൾ സോഷ്യോളജിയിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സോഷ്യോളജിയിലെ സൊസൈറ്റീനെ കുറിച്ചും കമ്മ്യൂണിറ്റീനെ കുറിച്ചും പ്രൈമറി ഗ്രൂപ്പിന്റെ ഇൻട്രൊഡക്ഷനുമാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് സോഷ്യോളജിയുടെ പ്രൈമറി ഗ്രൂപ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താന്ന് നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രൈമറി ഗ്രൂപ്പ് നമ്മൾ പഠിച്ചു. പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞത് നമ്മളൊരു ഫാമിലീനെ എക്സാമ്പിൾ ചെയ്തിട്ടല്ലേ പഠിച്ചത്. ഫാമിലി നോക്കുക വെച്ചാൽ അവിടെ ഒരു ക്ലോസ് ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാവും. ഫാമിലിയിലെ അച്ഛൻ അമ്മ കുട്ടികളൊക്കെ നോക്കുക വെച്ചാൽ അവർ തമ്മിൽ നല്ലൊരു ബോണ്ടിങ്, ക്ലോസ് ബോണ്ടിങ് ഉണ്ടാവും. അവർ തമ്മിൽ എന്നും കാണുന്നവരായിരിക്കും. ഫേസ് ടു ഫേസ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നവരായിരിക്കും. അതുപോലെ തന്നെ ആ ഗ്രൂപ്പില്, ഫാമിലി എന്ന് പറയുന്ന പ്രൈമറി ഗ്രൂപ്പില് എല്ലാവരും തമ്മിൽ തമ്മിൽ അറിയുന്നവരായിരിക്കും. അവരുടെ പേരെന്താണെന്നും അവരുടെ എഡ്യൂക്കേഷൻ ലെവല്, വെൽത്ത്, അതൊക്കെ തമ്മിൽ തമ്മിൽ അറിയുന്ന ഒരു ഫാക്ടർ ഉണ്ട് നമ്മുടെ പ്രൈമറി ഗ്രൂപ്പിൽ. അപ്പൊ നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രൈമറി ഗ്രൂപ്പ് പോയിന്റ്സ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. പ്രൈമറി ഗ്രൂപ്പ്സ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ക്ലോസ് ആൻഡ് ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ്. വളരെ അടുത്തടുത്തുള്ള ബന്ധങ്ങളായിരിക്കും. അത്രയും ഇന്റിമസി കീപ്പ് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പാണ് നമുക്ക് പ്രൈമറി ഗ്രൂപ്പിൽ കാണാൻ സാധിക്കുന്നത്. ദർ എക്സിസ്റ്റ് എ ഫേസ് ടു ഫേസ് റിലേഷൻഷിപ്പ് എമംഗ് ദി മെമ്പേഴ്സ്. എല്ലാവരും തമ്മിൽ തമ്മിൽ കുറച്ച് മെമ്പേഴ്സ് അവിടെ ഉണ്ടാവുള്ളൂ. അപ്പൊ തമ്മിൽ എല്ലാവരെയും കാണാൻ സാധിക്കും. ഫേസ് ടു ഫേസ് റിലേഷൻഷിപ്പ്. ഇൻ പ്രൈമറി ഗ്രൂപ്പ് എവരി വൺ നോസ് എവരി വൺ എൽസ്, വൺസ് നെയിംസ്, സ്റ്റാറ്റസ്, വെൽത്ത്, ഒക്യുപ്പേഷൻ, ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ എക്സെട്ര. ആ പ്രൈമറി ഗ്രൂപ്പിലത്തെ ഒരു ആളുടെ കാര്യം മറ്റുള്ളവർക്ക് അറിയാൻ സാധിക്കും. ഒന്നാമതേ അവര് കുഞ്ഞൊരു ഗ്രൂപ്പാണ്. അപ്പോ അവര് തമ്മിൽ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തിട്ടും അങ്ങനെ എല്ലാ കാര്യങ്ങളും എവരി വൺ നോസ് എവരി വൺ എൽസ്. നെക്സ്റ്റ് പോയിന്റ് ഈസ് ക്ലോസ് കോണ്ടാക്ട് ബിറ്റ്വീൻ ദം ഇൻക്രീസസ് ഇന്റിമസി അമംഗ് ദി മെമ്പേഴ്സ്. നമ്മൾ പറഞ്ഞു അവർ തമ്മിൽ ഒരു ഇന്റിമസി കീപ്പ് ചെയ്യുന്നുണ്ടെന്ന് അല്ലെ. അതിന് സഹായമാകുന്ന അവർ തമ്മിലുള്ള ഒരു ക്ലോസ് റിലേഷൻഷിപ്പാണ്. ഓക്കെ. പിന്നെ നെക്സ്റ്റ് പോയിന്റ്, ദർ ഈസ് എ കോമൺ ലൈഫ് വിത്ത് ഗിവ് ആൻഡ് ടേക്ക്. ആ ഒരു പ്രൈമറി ഗ്രൂപ്പിലെ ഒരു മെയിൻ പ്രിൻസിപ്പിൾ ആണ് ഗിവ് ആൻഡ് ടേക്ക് പ്രിൻസിപ്പിൾ, അല്ലെങ്കിൽ ഷെയർ ആൻഡ് കെയർ പ്രിൻസിപ്പിൾ. ഓക്കെ. അവിടുത്തെ മെമ്പേഴ്സ് ഒക്കെ ഈ ഒരു പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ടായിരിക്കും അവരുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നത്. ലാസ്റ്റ് പോയിന്റ്, പ്രൈമറി ഗ്രൂപ്പ് ഈസ് യൂഷ്വലി ബോണ്ട് ടുഗദർ വിത്ത് സ്ട്രോങ് ടൈസ് ഓഫ് എഫെക്ഷൻ ആൻഡ് ലോയാലിറ്റി. നമ്മൾ പ്രൈമറി ഗ്രൂപ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് ക്ലോസും ഇന്റിമേറ്റ് റിലേഷൻഷിപ്പും അവർ കീപ്പ് ചെയ്യേണ്ടതെന്ന് അല്ലെ. അതിന് അവർക്ക് ഒരു ബോണ്ട് വേണം. ലവിന്റെയും എഫെക്ഷന്റെയും ഒരു ലോയാലിറ്റിയുടെയും ഒരു ബോണ്ട് കാരണമാണ് അവർ ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ ഫേസ് ടു ഫേസ് റിലേഷൻഷിപ്പ് ആണ്. എല്ലാവർക്കും എല്ലാവരെയും അറിയാൻ പറ്റും. ഗിവ് ആൻഡ് ടേക്ക് പ്രിൻസിപ്പിൾ ആണ്. ഓക്കെ. ഇനി നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൈമറി ഗ്രൂപ്പിന്റെ ഇമ്പോർട്ടൻസ് ആണ്. ഒരു സൊസൈറ്റിയിലെ പ്രൈമറി ഗ്രൂപ്പിന്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റ് നോക്കാം. പ്രൈമറി ഗ്രൂപ്പ് ഹാവ് ഗ്രേറ്റർ ഇൻഡിവിജ്വൽ ആസ് വെൽ ആസ് സോഷ്യൽ ഇമ്പോർട്ടൻസ്. ഒരു സൊസൈറ്റി എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു ഇൻഡിവിജ്വലി മാത്രമല്ല പ്രൈമറി ഗ്രൂപ്പിന് ഇമ്പോർട്ടൻസ് ഉള്ളത്, സൊസൈറ്റിയിലും പ്രൈമറി ഗ്രൂപ്പിന് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. കാരണം ദേ ആർ ദ മീഡിയം ത്രൂ വിച്ച് വി ലേൺ അവർ കൾച്ചർ. ഒരു ഇൻഡിവിജ്വല് അവന്റെ കൾച്ചർ പഠിക്കുന്നത് പ്രൈമറി ഗ്രൂപ്പിൽ നിന്നാണ്. കാരണം ഒരു സൊസൈറ്റിയില് ഇൻഡിവിജ്വല് ഒരു ബയോളജിക്കൽ എനിമൽ ആയിരുന്ന ഒരു ഹ്യൂമൻ ബീയിങ് സോഷ്യൽ എനിമൽ ആവണമെങ്കിൽ അതിലൊരു സോഷ്യലൈസേഷൻ പറഞ്ഞ പ്രോസസ്സ് നടക്കണം. അപ്പോൾ അവൻ അങ്ങനെ ഒരു സോഷ്യലൈസേഷൻ പഠിക്കുന്നത് കൾച്ചർ വഴിയും അവന്റെ വാല്യൂസും ബിലീഫ്സും ആറ്റിറ്റ്യൂഡ് വഴിയാണ്. അത് ആ ഇൻഡിവിജ്വൽ പഠിക്കുന്നത് പ്രൈമറി ഗ്രൂപ്പിൽ നിന്നാണ്. ഓക്കെ. അതുകൊണ്ടാണ് ഇൻഡിവിജ്വലി മാത്രമല്ല സോഷ്യലിയും ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ് പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ദേ പ്രിപ്പയർ ദ ഇൻഡിവിജ്വൽ ടു ലീഡ് എ സക്സസ്ഫുൾ സോഷ്യൽ ലൈഫ്. ഒരു സമൂഹത്തിലെ വ്യക്തിയുടെ സക്സസ്ഫുൾ ലൈഫ് അവന് കിട്ടാൻ വേണ്ടിയിട്ട് പ്രൈമറി ഗ്രൂപ്പ് വളരെയധികം ഉപകാരപ്രദമാണ്. ഈ ഒരു സൊസൈറ്റിയിൽ ഇന്നത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അവന്റെ ലൈഫ് സക്സസ്ഫുൾ ആക്കാൻ പ്രൈമറി ഗ്രൂപ്പിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. നെക്സ്റ്റ് പോയിന്റ് ഈസ് ദേ സോഷ്യലൈസ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഗീവ് പ്രോപ്പർ ഷേപ്പ് ടു ദെയർ പേഴ്സണാലിറ്റി. ഒരു ഇൻഡിവിജ്വലിന്റെ ലൈഫ് സക്സസ് ആക്കാൻ വേണ്ടിയിട്ടുള്ള മെയിൻ ഘടകമാണ് അവന്റെ പേഴ്സണാലിറ്റീനെ ഷേപ്പ് ചെയ്യുക. അതും
നമ്മുടെ പ്രൈമറി ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട്, സോഷ്യലൈസ് ചെയ്യും. അതുപോലെ തന്നെ പേഴ്സണാലിറ്റീനെ ഷേപ്പ് ചെയ്യാൻ, അവന്റെ പേഴ്സണാലിറ്റിക്ക് ഒരു ഘടന കൊടുക്കാനും പ്രൈമറി ഗ്രൂപ്പ് സഹായകരമാണ്. പ്രൈമറി ഗ്രൂപ്പ് സാറ്റിസ്ഫൈഡ് മെനി സൈക്കോളജിക്കൽ നീഡ്സ് ഓഫ് ദി ഇൻഡിവിജ്വൽസ് ലൈക്ക് ലവ്, സെക്യൂരിറ്റി, സെൽഫ് എസ്റ്റീം എക്സെട്ര. സമൂഹത്തിലെ ഇൻഡിവിജ്വലിന്റെ സൈക്കോളജിക്കൽ നീഡ്സ് അല്ലെങ്കിൽ ബേസിക് നീഡ്സ് ഒക്കെ സാക്ഷാത്കരിക്കാൻ അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യാൻ പ്രൈമറി ഗ്രൂപ്പിന് സാധിക്കും. അവന്റെ സെക്യൂരിറ്റി നീഡ്സ്, സൈക്കോളജിക്കൽ നീഡ്സ്, ലവ് ആൻഡ് ബിലോങ്ങിങ് നീഡ്സ് ഒക്കെ സാക്ഷാത്കരിക്കാൻ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഗ്രൂപ്പാണ് ഈ പ്രൈമറി ഗ്രൂപ്പ്. എക്സാമ്പിൾ നമ്മുടെ ഫാമിലി തന്നെ. ഫാമിലിയിൽ നിന്ന് തന്നെ നമുക്ക് നമ്മുടെ സെക്യൂരിറ്റി കിട്ടും. അതുപോലെ ലവ് ആൻഡ് ബിലോങ്ങിങ്സ്, നമ്മുടെ സൈക്കോളജിക്കൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കും. അതിനൊക്കെ പ്രൈമറി ഗ്രൂപ്പ് വളരെ ഹെൽപ്ഫുൾ ആണ്. നെക്സ്റ്റ് പോയിന്റ്, they get the advantages of companionship, sympathy, exchange of thoughts and feelings. ഒരു പ്രൈമറി ഗ്രൂപ്പിൽ നിന്ന് ഒരു ഇൻഡിവിജ്വലിന് ഒരു അഡ്വാൻറ്റേജ് കിട്ടും. അവിടെയുള്ള മെമ്പേഴ്സ് ഒക്കെ അവൻ്റെതാണ്, അവന്റെ ഫീലിങ്സും തോട്ട്സും ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റും. അതുപോലെ അവരിൽ നിന്ന് ഇവന് സിമ്പതി, സഹാനുഭൂതി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലഭിക്കും. അത് ആ ഇൻഡിവിജ്വലിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. പ്രൈമറി ഗ്രൂപ്പിൽ നിന്ന് ഇൻഡിവിജ്വലിന് ലഭിക്കുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ് കമ്പാനിയൻഷിപ്പ്, സിമ്പതി, എക്സ്ചേഞ്ച് ഓഫ് തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. നെക്സ്റ്റ് പോയിന്റ് ഈസ് പ്രൈമറി ഗ്രൂപ്പ് റെഡ്യൂസ് മെന്റൽ ടെൻഷൻസ് ആൻഡ് ഇമോഷണൽ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. നമ്മുടെ ചിന്തകളും ഫീലിങ്സും ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ ഒരുവിധം മാനസിക പിരിമുറുക്കങ്ങളും സ്ട്രെസ്, സ്ട്രെയിന് അതൊക്കെ കുറയ്ക്കാൻ പ്രൈമറി ഗ്രൂപ്പ് വളരെയധികം നമ്മളെ സഹായിക്കും. ഓക്കെ, പ്രൈമറി ഗ്രൂപ്പ് ഇൻഡിവിജ്വലി മാത്രമല്ല സോഷ്യലിയും ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ഗ്രൂപ്പാണ് പ്രൈമറി ഗ്രൂപ്പ്. ഒരു ഇൻഡിവിജ്വലിന്റെ സോഷ്യലൈസേഷനും അവന് സക്സസ്ഫുൾ ലൈഫ് ലീഡ് ചെയ്യാനും പേഴ്സണാലിറ്റി ഷേപ്പ് ചെയ്യാനും സൈക്കോളജിക്കൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനും അവന്റെ മെന്റൽ സ്ട്രെസ്സും സ്ട്രെയിനും റെഡ്യൂസ് ചെയ്യാനും പ്രൈമറി ഗ്രൂപ്പ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ദ ആറ്റിറ്റ്യൂഡ് ഓഫ് കൈൻഡ്നെസ്, സിമ്പതി, ലവ്, ടോളറൻസ്, മ്യൂച്വൽ ഹെൽപ്പ് ആൻഡ് സാക്രിഫൈസ് വിച്ച് പ്രൊവൈഡ് ദ സിമെന്റിംഗ് ഫോഴ്സ് ഓഫ് സോഷ്യൽ സ്ട്രക്ചർ. അതുപോലെ തന്നെ പ്രൈമറി ഗ്രൂപ്പ് സൊസൈറ്റിക്ക് എന്ത് കൊടുക്കുന്നു എന്ന് വെച്ചാൽ സൊസൈറ്റിയുടെ സോഷ്യൽ സ്ട്രക്ചർ ഘടനയ്ക്ക് പ്രൈമറി ഗ്രൂപ്പിന് നമുക്കറിയാം എന്തൊക്കെ ഉണ്ട്. ഒരു സിമ്പതി ഉണ്ട്, ലവ്, സഹാനുഭൂതി, ത്യാഗം. പ്രൈമറി ഗ്രൂപ്പിന്റെ എല്ലാ ഗുണങ്ങളും സൊസൈറ്റിയുടെ സ്ട്രക്ചറിനെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നു. പ്രൈമറി ഗ്രൂപ്പിന്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും സൊസൈറ്റിയുടെ സ്ട്രക്ചറിനെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഒരു ഇൻഡിവിജ്വലിന്റെ ഡെമോക്രാറ്റിക് സ്പിരിറ്റ് പറഞ്ഞാൽ ജനാധിപത്യ മനോഭാവം. ആ സൊസൈറ്റിയിൽ അവൻ ജീവിക്കുന്നതിന്റെ ജനാധിപത്യ മനോഭാവം ശക്തിപ്പെടുത്താനും ഇനിയിപ്പോ ഡെവലപ്പ് ചെയ്യാനും അത് വികസിപ്പിച്ചെടുക്കാനും പ്രൈമറി ഗ്രൂപ്പ് സഹായിക്കുന്നു. നെക്സ്റ്റ് പോയിന്റ്, പ്രൈമറി ഗ്രൂപ്പ് ആക്ട് ആസ് ആൻ ഏജൻസി ഓഫ് സോഷ്യൽ കൺട്രോൾ. ദാറ്റ് മീൻസ് കൺട്രോൾ ദെയർ ബിഹേവിയർ ആൻഡ് റെഗുലേറ്റ് ദെയർ റിലേഷൻ. ഒരു സൊസൈറ്റിയിൽ ഒരു ഇൻഡിവിജ്വൽ ജീവിക്കുമ്പോൾ ആ സൊസൈറ്റിക്ക് ഒരു സോഷ്യൽ കൺട്രോൾ ഉണ്ടാവും. ആ സോഷ്യൽ കൺട്രോൾ അനുസരിച്ചിട്ടാണ് ആ ഇൻഡിവിജ്വലിനെ ആ സൊസൈറ്റിയിൽ എന്തൊക്കെ ചെയ്യാൻ പാടും എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് അവനറിയാം. അപ്പോൾ അത് അവന്റെ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. പ്രൈമറി ഗ്രൂപ്പ് ആക്ട് ആസ് ആൻ ഏജൻസി ഓഫ് സോഷ്യൽ കൺട്രോൾ. സോഷ്യൽ കൺട്രോൾ ഇനി വരുന്ന സ്ലൈഡ്സിൽ നമ്മൾ പഠിക്കും. ഓക്കെ, പ്രൈമറി ഗ്രൂപ്പ് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ ചൈൽഡ് ഇൻ ഹിസ് സോഷ്യൽ ഡെവലപ്മെന്റ്. പ്രൈമറി ഗ്രൂപ്പ് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ ചൈൽഡ് ഇൻ ഹിസ് സോഷ്യൽ ഡെവലപ്മെന്റ്. ഇൻഡിവിജ്വലിന്റെ സോഷ്യലൈസേഷന് പ്രൈമറി ഗ്രൂപ്പ് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഒരു കുട്ടി ജനിക്കുമ്പോൾ അതൊരു ബയോളജിക്കൽ അനിമൽ ആണ് അല്ലെ. അവൻ ആ സൊസൈറ്റിയുടെ അല്ലെങ്കിൽ ആ ഫാമിലിയിൽ നിന്നാണ് ആ സൊസൈറ്റിയിൽ അവൻ എങ്ങനെ പെരുമാറണം, അവന്റെ കൾച്ചർ, വാല്യൂസ്, ബിലീഫ്സ് ഒക്കെ അവൻ സോഷ്യലൈസേഷൻ വഴി അക്വയർ ചെയ്തെടുത്തിട്ടാണ് അവൻ ആ സൊസൈറ്റിയിൽ ഒരു സക്സസ്ഫുൾ ലൈഫ് ലീഡ് ചെയ്യുന്നത്. അങ്ങനെ നോക്കിയാൽ പ്രൈമറി ഗ്രൂപ്പിന് ഒരു ഇൻഡിവിജ്വലിന്റെ ലൈഫിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്.
ഒരു സൊസൈറ്റിയുടെ സോഷ്യൽ സ്ട്രക്ചറിനും സൊസൈറ്റിയുടെ നിലനിൽപ്പിനും പ്രൈമറി ഗ്രൂപ്പ് ഒരു ഫൗണ്ടേഷൻ ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അടുത്തായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡറി ഗ്രൂപ്പാണ്. നമ്മൾ സോഷ്യൽ ഗ്രൂപ്പിൽ പ്രൈമറി ഗ്രൂപ്പ്, സെക്കൻഡറി ഗ്രൂപ്പ്, ഇൻ ഗ്രൂപ്പ്, ഔട്ട് ഗ്രൂപ്പ്, അങ്ങനെ പല പല ഗ്രൂപ്പുകളെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. അതിൽ പ്രൈമറി ഗ്രൂപ്പിന്റെ ഇമ്പോർട്ടൻസും ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ നമ്മൾ പഠിച്ചു. ഇനി സെക്കൻഡറി ഗ്രൂപ്പ് എന്താണെന്നും അതിന്റെ ഇമ്പോർട്ടൻസും ബെനിഫിറ്റ്സും ക്യാരക്ടറിസ്റ്റിക്സും എന്താണെന്ന് നോക്കാം. ഓക്കെ, പ്രൈമറി ഗ്രൂപ്പ് നമ്മൾ പറഞ്ഞു ഒരു സ്മോൾ ഗ്രൂപ്പ് അല്ലെങ്കിൽ കുറച്ച് മെമ്പേഴ്സ് ക്ലോസ് റിലേഷൻഷിപ്പ് ഉള്ള ഗ്രൂപ്പാണ് പ്രൈമറി ഗ്രൂപ്പ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ബട്ട് സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരു ഗോൾ അച്ചീവ് ചെയ്യാൻ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്നാണ് സെക്കൻഡറി ഗ്രൂപ്പിനെ നമ്മൾ പറയുന്നത്. ഒരു സ്പെസിഫിക് ഗോൾ അച്ചീവ് ചെയ്യാവുന്നതിന് വേണ്ടിയാണ് നമ്മൾ സെക്കൻഡറി ഗ്രൂപ്പ് പറയുന്നത്. ഓക്കെ, കളക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ വിത്ത് സം കോമൺ ഇൻട്രസ്റ്റ് ഓർ എയിം. ആ സെക്കൻഡറി ഗ്രൂപ്പ് അവിടെ ഉണ്ടായിരിക്കുന്നത് എന്തെങ്കിലും ഒരു ഗോളോ എയിമോ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സെക്കൻഡറി ഗ്രൂപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, സെക്കൻഡറി ഗ്രൂപ്പ് ആർ ഓൾമോസ്റ്റ് ദി ഓപ്പോസിറ്റ് ഓഫ് പ്രൈമറി ഗ്രൂപ്പ്. നമ്മൾ പ്രൈമറി ഗ്രൂപ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചപ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ്, അവിടെ ക്ലോസ് റിലേഷൻഷിപ്പ് അച്ഛനെ ഇവിടെ ക്ലോസ് റിലേഷൻഷിപ്പ് അല്ല, അവിടെ ഡയറക്റ്റ് ഫേസ് ടു ഫേസ് അച്ഛനെ ഇവിടെ ഡയറക്റ്റും ഫേസ് ടു ഫേസ് റിലേഷൻഷിപ്പും ഇല്ല. അങ്ങനെ എല്ലാതും ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട്, പ്രൈമറി ഗ്രൂപ്പിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് നമ്മൾ സെക്കൻഡറി ഗ്രൂപ്പിൽ പഠിക്കുന്നത്. സോഷ്യൽ ഗ്രൂപ്പ് അതർ ദാൻ പ്രൈമറി ഗ്രൂപ്പ് മേ ബി ടേംഡ് ആസ് സെക്കൻഡറി ഗ്രൂപ്പ്. ഒരു സോഷ്യൽ ഗ്രൂപ്പ് എടുക്കുക വെച്ചാൽ ഒന്നെങ്കിൽ അവിടെ പ്രൈമറി ഗ്രൂപ്പ് ആവും ഉണ്ടാവുക, അല്ലെങ്കിൽ സെക്കൻഡറി ഗ്രൂപ്പ് ആണ് ഉണ്ടാവുക. സെക്കൻഡറി ഗ്രൂപ്പ്സ് ആർ ഇൻഎവിറ്റബിൾ ഇൻ മോഡേൺ സൊസൈറ്റി. ഇപ്പോഴത്തെ ആധുനിക സമൂഹത്തിൽ പ്രൈമറി ഗ്രൂപ്പിനേക്കാൾ നമുക്ക് പറയാം, പ്രൈമറി ഗ്രൂപ്പിനേക്കാൾ ഇൻഎവിറ്റബിൾ ആയിട്ടുള്ളത് സെക്കൻഡറി ഗ്രൂപ്പാണ്. ഓക്കെ, അപ്പോൾ സെക്കൻഡറി ഗ്രൂപ്പിനെ നമ്മൾ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്നാണ് വിളിക്കുന്നത്. ഒരു സ്പെസിഫിക് ഗോൾ അച്ചീവ് ചെയ്യുന്നതാണ് അതിന്റെ എയിം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സെക്കൻഡറി ഗ്രൂപ്പ് നോക്കാം. ഫസ്റ്റ് പോയിന്റ് പറഞ്ഞു നമ്മൾ, സെക്കൻഡറി ഗ്രൂപ്പ്സ് ആർ ഫോർമൽ ആണ്, അതുപോലെ ഇംപേഴ്സണൽ ടൈപ്പ് ആണ്. സെക്കൻഡറി ഗ്രൂപ്പിലത്തെ മെമ്പേഴ്സ് ഒരു റൂൾ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. അവിടുത്തെ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഒരു ഫാമിലിയിൽ സംസാരിക്കുന്ന പോലെ ആവില്ല നമ്മൾ പുറത്ത് അല്ലെങ്കിൽ ഒരു സ്കൂളിലോ ബിസിനസ്സിനോ പോയി സംസാരിക്കുക. അവിടുത്തെ കമ്മ്യൂണിക്കേഷന്റെ സ്ട്രക്ചർ തന്നെ മാറും. പൊളൈറ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും, അതുപോലെ ഫോർമൽ ആയിരിക്കും. റൂൾ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഒരു സെക്കൻഡറി ഗ്രൂപ്പിൽ കാണാൻ സാധിക്കും. ഓക്കെ, സെക്കൻഡറി ഗ്രൂപ്പ്സ് ആർ ഫോർമൽ ആൻഡ് ഇംപേഴ്സണൽ. മെമ്പേഴ്സ് നീഡ് നോട്ട് ടു മീറ്റ് ഫേസ് ടു ഫേസ്. നമ്മൾ പറഞ്ഞത് പ്രൈമറി ഗ്രൂപ്പിൽ ഫേസ് ടു ഫേസ് റിലേഷൻഷിപ്പും മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ്. പക്ഷേ സെക്കൻഡറി ഗ്രൂപ്പിൽ ഫേസ് ടു ഫേസ് റിലേഷൻഷിപ്പ്, മുഖാമുഖമുള്ള റിലേഷൻഷിപ്പ് ആവശ്യമില്ല. അതൊരു എസെൻഷ്യൽ എലമെന്റ് അല്ല സെക്കൻഡറി ഗ്രൂപ്പിന്റെ. ഫേസ് ടു ഫേസ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാതെയും അവർക്ക് അവരുടെ എയിം അല്ലെങ്കിൽ ഗോള് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, തേർഡ് പോയിന്റ്, റിലേഷൻസ് ഓഫ് ദ മെമ്പേഴ്സ് ആർ മിയർലി കാഷ്വൽ ആൻഡ് ടച്ച് ആൻഡ് ഗോ ടൈപ്പ്. അവർ തമ്മിലുള്ള റിലേഷൻ, സെക്കൻഡറി ഗ്രൂപ്പിലെ മെമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻ ക്ലോസോ ഇന്റിമേറ്റോ റിലേഷൻഷിപ്പ് അല്ല. അവരുടെ എയിം അച്ചീവ് ചെയ്യാൻ ഒരു കാഷ്വൽ ടൈപ്പ്, അല്ലെങ്കിൽ ആ എയിം അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കഴിഞ്ഞു. പിന്നെ അവര് പിന്നെ ഒരു ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നില്ല. അവർ തമ്മിലുള്ള മെമ്പേഴ്സ് തമ്മിലുള്ള ഇന്ററാക്ഷൻ ആ ഒരു പർട്ടിക്കുലർ എയിം അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു അവിടെ. അതുകൊണ്ടാണ് കാഷ്വൽ ആൻഡ് ടച്ച് ആൻഡ് ഗോ ടൈപ്പ് റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ലാർജർ ഇൻ സൈസ്. സെക്കൻഡറി ഗ്രൂപ്പ് മൈറ്റ് ബി സ്പ്രെഡ് ഓൾ ഓവർ ദ വേൾഡ്. എക്സാമ്പിൾ റെഡ് ക്രോസ്, ILO, എക്സെട്ര. സെക്കൻഡറി ഗ്രൂപ്പ് വേൾഡിൽ വളരെയധികം സ്പ്രെഡ് ആയിട്ട് ഒരുവിധം എല്ലായിടത്തും, പ്രത്യേകിച്ച് ഈ മോഡേൺ സൊസൈറ്റിയിലെ എല്ലാ മേഖലകളിലും നമുക്ക് സെക്കൻഡറി ഗ്രൂപ്പിനെ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ലാർജർ ഇൻ സൈസ് എന്ന് പറയുന്നത്. മെമ്പേഴ്സ് കൂടുതലാവും, ഗ്രൂപ്പ്സ് ഒക്കെ നമ്പർ കൊണ്ടും ഏരിയ കൊണ്ടും കൂടുതലാണ് ഈ സെക്കൻഡറി ഗ്രൂപ്പ്. നമ്മുടെ റെഡ് ക്രോസ്, ലേബർ ഓർഗനൈസേഷൻ ഒക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. ഇപ്പോൾ റെഡ് ക്രോസിന് ഒരു പർട്ടിക്കുലർ എയിം ഉണ്ട്, അത് അവര് നേടിയെടുക്കുന്നുണ്ട്. ലേബർ ഓർഗനൈസേഷന്റെ എയിം, അങ്ങനെ സെക്കൻഡറി ഗ്രൂപ്പിന് ഓരോ എയിമും അച്ചീവ് ചെയ്തെടുക്കുന്നുണ്ട്.
പക്ഷെ അവരുടെ മെമ്പേഴ്സ് ഒരിക്കലും ഫേസ് ടു ഫേസ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നവരല്ല, ഫോർമൽ റിലേഷൻ ആണ്. അതുപോലെ തന്നെ ഇംപേഴ്സണൽ ടൈപ്പ് ആണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ഓപ്ഷൻ ഓഫ് മെമ്പർഷിപ്പ്. ഒരു സെക്കൻഡറി ഗ്രൂപ്പിൽ നമ്മൾ മെമ്പർ ആവണമെന്ന് ഒരു നിർബന്ധവും. മെമ്പർഷിപ്പ് ഈസ് നോട്ട് കമ്പൾസറി, മെമ്പർഷിപ്പ് ഈസ് വോളണ്ടറി. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, നമുക്ക് ആ ഒരു എയിമിനോട് നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ആ സെക്കൻഡറി ഗ്രൂപ്പിന് അംഗമായാൽ മതി. ഓക്കെ, മെമ്പർഷിപ്പ് ഈസ് നോട്ട് കമ്പൾസറി, മെമ്പർഷിപ്പ് ഈസ് വോളണ്ടറി. നെക്സ്റ്റ് പോയിന്റ്, ആക്റ്റീവ് ആൻഡ് ഇൻആക്റ്റീവ് മെമ്പേഴ്സ്. A secondary group is large in size and there is absence of intimacy among the members. Due to this, some members of the group became inactive while some others quite active. സെക്കൻഡറി ഗ്രൂപ്പ് ഭയങ്കര വൈഡ് ഏരിയ അല്ലെങ്കിൽ നമ്പർ ഓഫ് പീപ്പിൾ ഉള്ള ഗ്രൂപ്പാണ് സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആ ഗ്രൂപ്പിലെ പകുതി മെമ്പേഴ്സ് ആക്റ്റീവ് ഉണ്ടാവുള്ളൂ, ബാക്കി പകുതി ആക്റ്റീവ് ആവില്ല. ക്വൈറ്റ് ആക്റ്റീവ് ആയിരിക്കും, ചിലവർ ഇൻആക്റ്റീവ് ആയിരിക്കും. അവർ തമ്മിൽ ഒരു ഇന്റിമസിയോ റിലേഷൻഷിപ്പോ ഇല്ല. അതുകൊണ്ട് തന്നെ അവര് എല്ലാവരും ആക്റ്റീവ് ആയില്ലെങ്കിൽ പോലും അവർക്ക് ആ ഒരു എയിം അച്ചീവ് ചെയ്യാൻ സാധിക്കും. ആക്റ്റീവ് മെമ്പേഴ്സും ഉണ്ടാവും, ഇൻആക്റ്റീവ് മെമ്പേഴ്സും ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സെക്കൻഡറി ഗ്രൂപ്പ് ആണ് പറഞ്ഞത്. ഫോർമൽ ആണ്, ഇംപേഴ്സണൽ ആണ്, ഫേസ് ടു ഫേസ് റിലേഷൻഷിപ്പ് വേണമെന്നില്ല, കാഷ്വൽ ആൻഡ് ടച്ച് ആൻഡ് ഗോ ടൈപ്പ് റിലേഷൻ ആണ്, ലാർജർ ഇൻ സൈസ് ആണ്. ഓക്കെ, മെമ്പർഷിപ്പ് കമ്പൽസറി അല്ല. നെക്സ്റ്റ് പോയിന്റ്, റിലേഷൻസ്. മെമ്പേഴ്സ് മേ ബി സ്കാറ്റേർഡ് ത്രൂ ദി വേൾഡ്. ദേ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ ബൈ ഇൻഡയറക്റ്റ് മീൻസ്. പ്രൈമറി ഗ്രൂപ്പിൽ നമ്മൾ കുറച്ച് മെമ്പേഴ്സ് ഉള്ള കാര്യം പറഞ്ഞു, അവർ തമ്മിൽ ഫേസ് ടു ഫേസ് റിലേഷൻ വേണം പറഞ്ഞു, ഡയറക്റ്റ് കോണ്ടാക്ട് ആണെന്ന് പറഞ്ഞു. പക്ഷേ ഒരു സെക്കൻഡറി ഗ്രൂപ്പില് അവര് ഡയറക്റ്റ് കോണ്ടാക്ട് ഇല്ലെങ്കിൽ പോലും ഇൻഡയറക്റ്റ് മീൻസിൽ അവരുടെ എയിം അല്ലെങ്കിൽ ഗോൾ അച്ചീവ് ചെയ്യും. ഓക്കെ, ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ പോലും അവര് അവരുടെ എയിം അച്ചീവ് ചെയ്യും. അതാണ് കാരണം അവരുടെ മെമ്പേഴ്സ് അത്രയും സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുകയാണ്, സ്പ്രെഡ് ഓവർ ദി വേൾഡ് ആണ്. അപ്പൊ എല്ലാവരെയും ഡയറക്റ്റ് മീൻസിലൂടെ കാണാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഇൻഡയറക്റ്റ് മീൻസ്, ഇപ്പൊ വാട്സപ്പ് ഗ്രൂപ്പ് കോള് വഴി അവരുടെ ഗോൾസ് അച്ചീവ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ്, ഫോർമൽ റൂൾസ്. സെക്കൻഡറി ഗ്രൂപ്പ് ഈസ് റെഗുലേറ്റഡ് ബൈ ഫോർമൽ റൂൾസ് ആൻഡ് റെഗുലേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു ഫോർമൽ ആണ് സെക്കൻഡറി ഗ്രൂപ്പ്, അവിടെ ഒരു പർട്ടിക്കുലർ റൂൾസും റെഗുലേഷനും അവിടുത്തെ മെമ്പേഴ്സ് ഫോളോ ചെയ്യേണ്ടി വരും. കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അതൊക്കെ ഫോർമൽ ആണ്. ഭയങ്കര പൊളൈറ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് നമുക്ക് സെക്കൻഡറി ഗ്രൂപ്പിൽ കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് പോയിന്റ്, സ്റ്റാറ്റസ് ഓഫ് എവറി ഇൻഡിവിജ്വൽ ഡിപ്പെൻഡ്സ് അപ്പോൺ ഇറ്റ്സ് റോൾ. ഗ്രൂപ്പിലെ ഓരോ മെമ്പേഴ്സിന്റെയും സ്റ്റാറ്റസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അവർ ചെയ്യുന്ന റോൾസും റെസ്പോൺസിബിലിറ്റീസും പോലെയാണ് ആ ഗ്രൂപ്പിലെ ഓരോ മെമ്പേഴ്സിന്റെയും സ്റ്റാറ്റസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ലാസ്റ്റ് പോയിന്റ്, ഗോൾ ഓറിയന്റഡ്. സെക്കൻഡറി ഗ്രൂപ്പിന്റെ വേറെ പേര് നമ്മൾ പറഞ്ഞു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഗ്രൂപ്പാന്ന് പറഞ്ഞു അല്ലെ. ഒരു സ്പെസിഫിക് അല്ലെങ്കിൽ പർട്ടിക്കുലർ എയിം അച്ചീവ് ചെയ്യാൻ അല്ലെങ്കിൽ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ഗ്രൂപ്പാണ് സെക്കൻഡറി ഗ്രൂപ്പ്. അപ്പൊ അവരുടെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്പെസിഫിക് ഫങ്ഷൻ അച്ചീവ് ചെയ്യുക അല്ലെങ്കിൽ സ്പെസിഫിക് ഗോൾ അച്ചീവ് ചെയ്യാന്നതാണ്. ഓക്കെ, എക്സാമ്പിൾ ട്രേഡ് യൂണിയൻ, അതിന്റെ ഗോൾ എന്താണ്? ഫോർ ബെറ്റർ വർക്കിംഗ് കണ്ടീഷന് വേണ്ടിയിട്ടാണ് ട്രേഡ് യൂണിയന്റെ പർപ്പസ്. ഓക്കെ, നമ്മൾ സെക്കൻഡറി ഗ്രൂപ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പഠിച്ചത്. സെക്കൻഡറി ഗ്രൂപ്പിന്റെ നമ്മൾ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്, ഇമ്പോർട്ടൻസ് ഓഫ് സെക്കൻഡറി ഗ്രൂപ്പ്. നമ്മൾ പറഞ്ഞു മോഡേൺ സൊസൈറ്റിയിൽ സെക്കൻഡറി ഗ്രൂപ്പിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ. അതിന്റെ കാരണങ്ങളാണ്, എന്തുകൊണ്ട് അങ്ങനെ വന്നു, ഇതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. പ്രോസസ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ, urbanization have lead to the expansion and growth of society. As a result, the simple face-to-face primary group no longer serve the basic needs of the people. Secondary group have replaced the earlier primary group in many fields. നമുക്കറിയാം നമ്മുടെ ആധുനിക സൊസൈറ്റിയിൽ, മോഡേൺ സൊസൈറ്റിയിൽ
നഗരവൽക്കരണം, വ്യവസായവൽക്കരണം അതൊക്കെ വന്നോട് കൂടിയിട്ട് നമ്മുടെ സൊസൈറ്റിയും വളർന്നു. സൊസൈറ്റിക്കും നല്ല ഗ്രോത്ത് ഉണ്ടായി. അപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ പണ്ടേ ഒരു പ്രൈമറി ഗ്രൂപ്പ്, സിമ്പിൾ ആയിട്ടുള്ള ഫേസ് ടു ഫേസ് പ്രൈമറി ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതിലൊന്നും സൊസൈറ്റിയുടെ മെമ്പേഴ്സിന്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ഇൻഡസ്ട്രിയലൈസേഷനും അർബനൈസേഷനും വന്നെങ്കിലും സൊസൈറ്റി വലുതായി, സൊസൈറ്റിക്ക് ഗ്രോത്ത് ഉണ്ടായപ്പോൾ പ്രൈമറി ഗ്രൂപ്പിനെ കൊണ്ട് അവിടുത്തെ മെമ്പേഴ്സിന്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിന്റെ ഭാഗമായി പ്രൈമറി ഗ്രൂപ്പിനേക്കാൾ ഇമ്പോർട്ടൻസ് സെക്കൻഡറി ഗ്രൂപ്പിനാണെന്ന് അവിടുത്തെ സൊസൈറ്റിയിലത്തെ മെമ്പേഴ്സ് മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ സെക്കൻഡറി ഗ്രൂപ്പ് പ്രൈമറി ഗ്രൂപ്പിനെ റീപ്ലേസ് ചെയ്തു. ഓക്കെ, സെക്കൻഡറി ഗ്രൂപ്പ് നമുക്കറിയാം, സെക്കൻഡറി ഗ്രൂപ്പ് ഒരു പർപ്പസ് ഓറിയന്റഡ് ആണെന്ന് അറിയാം. അപ്പോൾ അവിടുത്തെ മെമ്പേഴ്സിന്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈമറി ഗ്രൂപ്പിനെ റീപ്ലേസ് ചെയ്തിട്ട് സെക്കൻഡറി ഗ്രൂപ്പ് ആക്കി. ഓക്കെ, സ്പിരിറ്റ് ഓഫ് സാക്രിഫൈസ്, ഹെൽപ്ഫുൾനെസ്, സർവീസ്, കോപ്പറേഷൻ, ഡെഡിക്കേഷൻ, sympathy, etc. are also often found to a very great extent in secondary group. നമ്മൾ പറഞ്ഞു അല്ലേ, പ്രൈമറി ഗ്രൂപ്പിലാണ് ഈ ലവ്, സിമ്പതി അങ്ങനത്തെ ക്യാരക്ടറൊക്കെ കാണാൻ പറ്റുക. പക്ഷെ ഒരു അറ്റം വരെ നമുക്ക് സെക്കൻഡറി ഗ്രൂപ്പിലും ത്യാഗം, ഹെൽപ്ഫുൾനെസ്, സേവനം, സഹകരണം, ഡെഡിക്കേഷൻ ഒക്കെ നമുക്ക് ഒരു പരിധി വരെ സെക്കൻഡറി ഗ്രൂപ്പിൽ നമുക്ക് കാണാൻ പറ്റും. അത് ഈ സെക്കൻഡറി ഗ്രൂപ്പിന്റെ എക്സിസ്റ്റൻസ് ഒന്നുകൂടി ബലപ്പെടുത്തി. ഓക്കെ, ഇൻഡിവിജ്വൽസ് ഒന്നുകൂടി ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി ഈ സെക്കൻഡറി ഗ്രൂപ്പിനെ. ഇൻ പ്രീവിയസ് എറ ദ പ്രൈമറി ഗ്രൂപ്പ് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ സൊസൈറ്റി, ബട്ട് ദിസ് മോഡേൺ ഇറ ദ ട്രെൻഡ് ഈസ് ടുവാർഡ്സ് ദ സെക്കൻഡറി ഗ്രൂപ്പ്. ഹ്യൂമൻ ബീയിങ്സ് നൗ ഡിപ്പെൻഡ് ഓൺ secondary groups rather than primary group. As a result of the urbanization, industrialization, westernization, and modernization, the man is forced to join the secondary group. നമ്മൾ പറഞ്ഞു സൊസൈറ്റിയിൽ ഇൻഡസ്ട്രിയലൈസേഷനും വെസ്റ്റേണൈസേഷൻ, അർബനൈസേഷൻ, മോഡേണൈസേഷൻ ഒക്കെ വന്നപ്പോൾ സൊസൈറ്റി ഡെവലപ്പ് ചെയ്തു. ആ ഡെവലപ്മെന്റ് കാരണം ഈ സൊസൈറ്റിയിലെ ഇൻഡിവിജ്വൽസിനെ സെക്കൻഡറി ഗ്രൂപ്പിലേക്ക് ഫോഴ്സ്ഫുള്ളി സെക്കൻഡറി ഗ്രൂപ്പിലേക്ക് മാറേണ്ടി വന്നു. ഓക്കെ, പ്രൈമറി ഗ്രൂപ്പിന്റെ റോള് മാറി, അവിടെ സെക്കൻഡറി ഗ്രൂപ്പിനാണ് ഒന്നുകൂടി പ്രാധാന്യം. അപ്പൊ എല്ലാ ഇൻഡിവിജ്വൽസും സെക്കൻഡറി ഗ്രൂപ്പിന് ഇമ്പോർട്ടൻസ് നൽകാൻ തുടങ്ങി. അതാണ് ഇമ്പോർട്ടൻസ് ഓഫ് സെക്കൻഡറി ഗ്രൂപ്പ് ഇൻ മോഡേൺ സൊസൈറ്റി. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്, ബെനിഫിറ്റ്സ് ഓഫ് സെക്കൻഡറി ഗ്രൂപ്പ്. നമ്മളിപ്പോൾ സെക്കൻഡറി ഗ്രൂപ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടു, ഇമ്പോർട്ടൻസ് കണ്ടു. ഈ സെക്കൻഡറി ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, സോഷ്യലൈസേഷൻ വഴി ഒരു ഇൻഡിവിജ്വല് സോഷ്യൽ എനിമലായി. അങ്ങനെ സെക്കൻഡറി ഗ്രൂപ്പ് മോൾഡ് ദ മാൻ പെർഫെക്റ്റ്, പേഴ്സണാലിറ്റി ഷേപ്പ് ചെയ്യാനും ഒക്കെ ഈ സെക്കൻഡറി ഗ്രൂപ്പ് സഹായിച്ചു. ഫൗണ്ടേഷൻ പ്രൈമറി ഗ്രൂപ്പ് ആണെങ്കിൽ പോലും ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ ഒരു ഇൻഡിവിജ്വലിന് ഗ്രോത്ത്, അവിടെ ഭയങ്കരമായിട്ട് ഒരു എസെൻഷ്യലി വേണ്ട ഒരു ഗ്രൂപ്പാണ് സെക്കൻഡറി ഗ്രൂപ്പ്. അതുകൊണ്ടാണ് സെക്കൻഡറി ഗ്രൂപ്പ് മോൾഡ് ദ മാൻ പെർഫെക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡറി ഗ്രൂപ്പ് ഈസ് പർപ്പസ് ഓറിയന്റഡ്. ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ടാസ്ക് ആൻഡ് ഗോൾസ്. എവറി മെമ്പേഴ്സ് ഓഫ് ദിസ് ഗ്രൂപ്പ് ഹാവ് ദെയർ ഓൺ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. They must follow some rules and regulations or formalities. The members are expected to be in a controlled environment. The main motto of the group is getting the work done. Hence, all the members are working towards their achievement. This controlling environment gives opportunity to the individuals to be efficient in his field. ഒരു സെക്കൻഡറി ഗ്രൂപ്പ് എങ്ങനെയാണ് ഒരു ഇൻഡിവിജ്വലിനെ മോൾഡ് ചെയ്ത് പെർഫെക്റ്റ് ആക്കണമെന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞത് സെക്കൻഡറി ഗ്രൂപ്പില് ഒരു പർപ്പസ് ഓറിയന്റഡ് ഗ്രൂപ്പാന്ന് പറഞ്ഞു അല്ലെ. ആ പർപ്പസ് അവർ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഗ്രൂപ്പിലെ ഓരോ മെമ്പേഴ്സിനും അവരുടേതായ റോൾസും റെസ്പോൺസിബിലിറ്റീസും ഉണ്ട്. അത് അവര് ഫോർമൽ റൂൾസും റെഗുലേഷൻസ് വഴിയാണ് ആ ഓരോ റെസ്പോൺസിബിലിറ്റീസും അല്ലെങ്കിൽ ആ പർപ്പസ് അച്ചീവ് ചെയ്യേണ്ടത്. ഓക്കെ,
ഈ സെക്കൻഡറി ഗ്രൂപ്പിന് സോഷ്യൽ കൺട്രോൾ ഉള്ളതിനാൽ ആ മെമ്പേഴ്സിനെയൊക്കെ അവർ കൺട്രോൾ ചെയ്യും. സോഷ്യൽ കൺട്രോള് ആ ഒരു സൊസൈറ്റിയുടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗ്രൂപ്പിന്റെ ക്രമം ഓർഡർ നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു കൺട്രോൾ എന്തായാലും വേണം. അവിടുത്തെ മെമ്പേഴ്സിന്റെ മേലെ ഒരു കൺട്രോൾ വേണം. അതൊക്കെ വന്നത് കൊണ്ട് ഈ ഗ്രൂപ്പിലത്തെ മെമ്പേഴ്സിനെ ആ പർട്ടിക്കുലർ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് തന്നെ മെയിൻ മോട്ടോ ഓഫ് സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഗെറ്റിംഗ് ദി വർക്ക് ഡൺ എന്നാണ്. ഓക്കെ, ഗെറ്റിംഗ് ദ വർക്ക് ഡൺ. ഈ കൺട്രോളിങ് എൻവയോൺമെന്റും റൂൾസും റെസ്പോൺസിബിലിറ്റീസും റെഗുലേഷൻസും ഒക്കെ കൊണ്ട് തന്നെ ഈ ഇൻഡിവിജ്വൽ സമൂഹത്തിലെ ഇൻഡിവിജ്വൽ ഈ സെക്കൻഡറി ഗ്രൂപ്പ് കാരണം ഒന്നും കൂടി പെർഫെക്റ്റ് മാൻ ആവാൻ പറ്റി. ഓക്കെ, നെക്സ്റ്റ് ബെനിഫിറ്റ് എന്താന്ന് വെച്ചാൽ സെക്കൻഡറി ഗ്രൂപ്പ് പ്രൊവൈഡ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ ഇൻഡിവിജ്വൽ അച്ചീവ്മെന്റ്. ആ ഇൻഡിവിജ്വലിന്റെ അച്ചീവ്മെന്റിന് വേണ്ടിയിട്ടും ഈ സെക്കൻഡറി ഗ്രൂപ്പിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റി നൽകാൻ സാധിച്ചു. എങ്ങനെയെന്ന് വെച്ചാൽ സെക്കൻഡറി ഗ്രൂപ്പ് പ്രൊവൈഡ് മോർ വൈഡ് ഓപ്പർച്യൂണിറ്റി ടു ദി ഇൻഡിവിജ്വൽ ടു യൂട്ടിലൈസ് ഹിസ് ടാലൻസ് ആൻഡ് സ്കിൽസ്. ആസ് എ റിസൾട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, the individual can opt his field on his own. Now, the interested and talented individual can emerge from poor or unknown background to the highest position in the field of medical administration. ഈ സെക്കൻഡറി ഗ്രൂപ്പിന്റെ എമർജൻസ് വഴി ഒരു ഇൻഡിവിജ്വലിന് അവന്റെ കഴിവ് നല്ല രീതിയിൽ, പരമാവധി നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റി. അവന്റെ സാഹചര്യങ്ങളെ എങ്ങനെയാണ് പൂവറായിരിക്കാം, ദാരിദ്ര്യം നിറഞ്ഞ കുടുംബങ്ങളായിരുന്ന പോലും അവന്റെ കഴിവ് അവന് ഉപയോഗിക്കാൻ പറ്റി. ഈ സെക്കൻഡറി ഗ്രൂപ്പുള്ള കാരണം അവന്റെ ഫീൽഡ് മെഡിക്കൽ ഫീൽഡാണോ അഡ്മിനിസ്ട്രേഷൻ ഫീൽഡാണോ എന്നത് തിരഞ്ഞെടുക്കാൻ പറ്റി. അതിന് ഈ സെക്കൻഡറി ഗ്രൂപ്പ് വളരെയധികം ബെനിഫിറ്റ് ആയിരുന്നു. ഓക്കെ, സെക്കൻഡറി ഗ്രൂപ്പ് പ്രൊവൈഡ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ ഇൻഡിവിജ്വൽസ് അച്ചീവ്മെന്റ്. നെക്സ്റ്റ് ബെനിഫിറ്റ്, സെക്കൻഡറി ഗ്രൂപ്പ്സ് ഗീവ് എ വൈഡർ ഔട്ട്ലുക്ക്. സെക്കൻഡറി ഗ്രൂപ്പ് ഒരു ലോക്കലി ബേസ്ഡ് ഗ്രൂപ്പ് അല്ല നമ്മൾ പറഞ്ഞു. ഒരു വാസ്റ്റ് ഏരിയയിൽ അല്ലെങ്കിൽ ഒരു വൈഡർ ഏരിയയിൽ സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുന്ന ഒരു ഗ്രൂപ്പാണ് സെക്കൻഡറി ഗ്രൂപ്പ്. അതുകൊണ്ട് തന്നെ ഒരു വൈഡർ ഔട്ട്ലുക്കും നമുക്ക് സെക്കൻഡറി ഗ്രൂപ്പിൽ നിന്ന് ലഭിച്ചു. സെക്കൻഡറി ഗ്രൂപ്പ് ഈസ് ആൻ എക്സ്റ്റെൻഡഡ് വൺ. ദ നമ്പർ ആൻഡ് ഏരിയ ഓഫ് സെക്കൻഡറി ഗ്രൂപ്പ് ഈസ് larger than that of primary group. Secondary group may go beyond the localism, provincialism, etc. Hence, the secondary group give a wider outlook. ലോക്കലി ബേസ്ഡ് അല്ലാത്ത സെക്കൻഡറി ഗ്രൂപ്പ് ആയ കാരണം അത് ഒരു ഇൻഡിവിജ്വലിന് വിശാലമായ ഔട്ട്ലുക്ക് നൽകി. അവന്റെ കഴിവുകൾ അവിടെ അച്ചീവ് ചെയ്യാനും അവനെ ഒരു പെർഫെക്റ്റ് മാൻ ആക്കാനും സെക്കൻഡറി ഗ്രൂപ്പിന് സാധിച്ചു എന്നതൊക്കെയാണ് ബെനിഫിറ്റ്സ് ഓഫ് സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളപ്പോൾ പ്രൈമറി ഗ്രൂപ്പ് പഠിച്ചു, സെക്കൻഡറി ഗ്രൂപ്പ് പഠിച്ചു. ഇനി നമുക്ക് അടുത്തത് റെഫറൻസ് ഗ്രൂപ്പ് എന്താണെന്ന് നോക്കാം. ഓക്കെ, റെഫറൻസ് ഗ്രൂപ്പ് വിച്ച് സെർവ് ആസ് പോയിന്റ് ഓഫ് കമ്പാരിസൺ ആർ നോൺ ആസ് റെഫറൻസ് ഗ്രൂപ്പ്. ഈ ഡെഫിനിഷൻ പറഞ്ഞത് ഓഗ്ബൺ ആൻഡ് നിംകോഫ് ആണ്. ഓഗ്ബൺ ആൻഡ് നിംകോഫിന്റെ ഡെഫിനിഷൻ ആണ്. Group which serve as point of comparison are known as reference group. അങ്ങനെ പറഞ്ഞാൽ നമ്മളെല്ലാവരും ഓരോ ഗ്രൂപ്പിന്റെ, പ്രൈമറി ഗ്രൂപ്പ് ആവട്ടെ സെക്കൻഡറി ഗ്രൂപ്പ് ആവട്ടെ, ഏതൊരു ഗ്രൂപ്പിന്റെ ഒരു അംഗമാണ്, ഒരു മെമ്പറാണ്. ഓക്കെ, അപ്പോൾ ആ ഏത് ഗ്രൂപ്പാണോ ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ ഒരു താരതമ്യം നൽകുന്നത്, പോയിന്റ് ഓഫ് കമ്പാരിസൺ നൽകുന്നത് ഏത് ഗ്രൂപ്പാണ്, അതിനെ നമ്മൾ റെഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയും. ഫാദർ ഓഫ് റെഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് റോബർട്ട് കെ മർട്ടൺ ആണ്. ഓക്കെ, ഫാദർ ഓഫ് റെഫറൻസ് ഗ്രൂപ്പ് ഈസ് റോബർട്ട് കെ മർട്ടൺ. ഒരു റെഫറൻസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ റെഫറൻസ് ഗ്രൂപ്പിന്റെ മെമ്പർ ആണല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഗ്രൂപ്പിനെ, നമ്മളെ തന്നെ താരതമ്യം ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഗ്രൂപ്പാണ് റെഫറൻസ് ഗ്രൂപ്പ്. എ റെഫറൻസ് ഗ്രൂപ്പ് ഈസ് എ ഗ്രൂപ്പ് ടു വിച്ച് വി കമ്പയർ അവർ സെൽഫ്സ്. ഓക്കെ, നമ്മൾ ഒരു ഫാമിലിയിലെ മെമ്പറാണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമുക്ക് സ്വയം താരതമ്യം ചെയ്യാൻ പറ്റും. ഒരു അപ്പുറത്തെ ഫാമിലിനെ വെച്ചിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സുകൾ തമ്മിലോ നമ്മൾ നല്ലത് എടുത്ത് ചീത്തത് അവിടെ കളയുക, അങ്ങനെയൊക്കെ താരതമ്യം ചെയ്യാൻ പറ്റും.
ഏതാ നല്ലത്, ഏതാ ചീത്ത എന്നത് നമുക്ക് ആ ഒരു റെഫറൻസ് ഗ്രൂപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. റെഫറൻസ് ഗ്രൂപ്പ് സെർവ് ആസ് എ സ്റ്റാൻഡേർഡ് ടു വിച്ച് വി മെഷർ അവർ ബിഹേവിയർ ആൻഡ് ആറ്റിറ്റ്യൂഡ്. ഓക്കെ, റെഫറൻസ് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ സ്വഭാവവും പെരുമാറ്റവും ഒക്കെ നമുക്ക് ആ ഗ്രൂപ്പിൽ വെച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാം. നമ്മുടെ പെരുമാറ്റ രീതി, ഒരു സമൂഹത്തിൽ നമ്മുടെ പെരുമാറ്റ രീതി എങ്ങനെയാണ്, നമ്മുടെ മനോഭാവം എങ്ങനെയാണെന്നൊക്കെ ഒരു റെഫറൻസ് ഗ്രൂപ്പിൽ വെച്ച് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ബിഹേവിയറിനെയും ആറ്റിറ്റ്യൂഡിനെയും ഗൈഡ് ചെയ്യാനും റെഫറൻസ് ഗ്രൂപ്പിന് സാധിക്കും. എക്സാമ്പിൾ പറയാച്ചെങ്കിൽ നമുക്ക് ഫാമിലിയിൽ ബോത്ത് മെമ്പർഷിപ്പും ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഫാമിലിനെ ഒരു റെഫറൻസ് ഗ്രൂപ്പായിട്ടും കണക്കാക്കാം. ഓക്കെ, ഫാദർ ഓഫ് റെഫറൻസ് ഗ്രൂപ്പ് ഈസ് റോബർട്ട് കെ മെർട്ടൺ. റെഫറൻസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ് വിച്ച് സെർവ് ആസ് എ പോയിന്റ് ഓഫ് കമ്പാരിസൺ. ആ ഡെഫിനിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, അത് എന്തായാലും പഠിച്ചു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഇൻ ഗ്രൂപ്പ് ആൻഡ് ഔട്ട് ഗ്രൂപ്പ് ആണ്. ഇൻ ഗ്രൂപ്പ് ആൻഡ് ഔട്ട് ഗ്രൂപ്പ്, പ്രൈമറി ഗ്രൂപ്പ്, സെക്കൻഡറി ഗ്രൂപ്പ്, റെഫറൻസ് ഗ്രൂപ്പ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻ ഗ്രൂപ്പ് ആൻഡ് ഔട്ട് ഗ്രൂപ്പ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് WG സമ്നറിന്റെ ഒരു ഡെഫിനേഷൻ നോക്കാം. WG Sumner classified social group into group and in-group and out-group. Okay, WG Sumner ആണ് സോഷ്യൽ ഗ്രൂപ്പിനെ ഇൻ ഗ്രൂപ്പ് ആയിട്ടും ഔട്ട് ഗ്രൂപ്പ് ആയിട്ടും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ദിസ് ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് വെച്ചിട്ടാണ്. നമുക്കറിയാലോ, നമ്മൾ ഇൻ ഗ്രൂപ്പ് ഔട്ട് ഗ്രൂപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഗ്രൂപ്പിലെ മെമ്പർ ആണെങ്കിൽ ആ ഗ്രൂപ്പ് ഇൻ ഗ്രൂപ്പ്, നമ്മൾ ആ ഗ്രൂപ്പിലെ മെമ്പർ അല്ല, നമ്മൾ ഇല്ലാത്തൊരു ഗ്രൂപ്പ് ആണെങ്കിൽ അത് ഔട്ട് ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ അതൊരു സൈക്കോളജിക്കൽ ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ക്ലാസിഫിക്കേഷൻ നടന്നിരുന്നത്. ഓക്കെ, ദ ഗ്രൂപ്പ് വിച്ച് ആൻ ഇൻഡിവിജ്വൽ ബിലോങ്സ് ഈസ് ഇൻ ഗ്രൂപ്പ് ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ ഗ്രൂപ്പ്സ് ആർ കോൾഡ് ഔട്ട് ഗ്രൂപ്പ്. അപ്പൊ നമ്മുടെ ഇൻ ഗ്രൂപ്പ് എന്തൊക്കെ വെച്ചാൽ നമ്മുടെ ഫാമിലി നമുക്കൊരു ഇൻ ഗ്രൂപ്പാണ്, നമ്മുടെ ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പ് നമുക്ക് ഇൻ ഗ്രൂപ്പാണ്, നമ്മുടെ നൈബർഹുഡ് നമുക്ക് ഇൻ ഗ്രൂപ്പാണ്. ഇതൊക്കെ ഒഴിച്ച് വരുന്ന നമ്മൾ അംഗമല്ലാത്ത ഏത് ഗ്രൂപ്പാണോ ആ ഗ്രൂപ്പാണ് ഔട്ട് ഗ്രൂപ്പ്. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് ഇൻ ഗ്രൂപ്പ് ആൻഡ് ഔട്ട് ഗ്രൂപ്പ്. ഇൻ ഗ്രൂപ്പിന്റെ ഔട്ട് ഗ്രൂപ്പിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാന്ന് വെച്ചാൽ ദേ ആർ ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ദേ എഫക്ട് ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽ. That is, members from in-group we expect recognition, loyalty, and helpfulness. From out-group, our expectation varies with the kind of out-group. ഒരു ഇൻഡിവിജ്വലിന്റെ ലൈഫിൽ ഇൻ ഗ്രൂപ്പിനും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് നമ്മുടെ ബിഹേവിയറിനെ വളരെ നല്ല രീതിയിൽ തന്നെ എഫക്ട് ചെയ്യും. കാരണം ഇപ്പൊ നമ്മളൊരു ഇൻ ഗ്രൂപ്പിലെ മെമ്പറാ പറഞ്ഞില്ല, ഒരു ഫാമിലിത്തെ മെമ്പറാണ്, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പിലെ ഒരു മെമ്പറാണ്. അപ്പൊ നമുക്ക് അറിയാവുന്ന അവരെങ്ങനെയാണ് നമ്മളെ അംഗീകരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് നമ്മളോട് പെരുമാറാൻ പോകുന്നത്, അവര് നമ്മളെ സഹായിക്കും എന്ന് നമുക്കറിയാലേ. അവരിൽ നിന്ന് നമ്മള് ആ ഇൻ ഗ്രൂപ്പിലത്തെ മെമ്പേഴ്സിന് നമ്മള് ഓൾറെഡി എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും നമുക്ക്. അവരുടെ അംഗീകാരം, സഹായം, സിമ്പതി, സ്നേഹം ഒക്കെ നമ്മൾ ഓൾറെഡി എക്സ്പെക്റ്റഡ് ആണ്. പക്ഷെ ഒരു ഔട്ട് ഗ്രൂപ്പിൽ നിന്ന് നമുക്കൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അത് വേരീസ് ആണ്. സ്നേഹം ചിലപ്പോൾ കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ കിട്ടില്ല. അങ്ങനെ രണ്ട് ബേസിസ് നമുക്ക് പറയാൻ പറ്റും. അംഗീകരിക്കാതിരിക്കാം, കാരണം നമ്മൾ ആ ഗ്രൂപ്പിലെ മെമ്പർ അല്ല. അതുകൊണ്ട് തന്നെ ഔട്ട് ഗ്രൂപ്പിലത്തെ എക്സ്പെക്ടേഷൻസ് വാരീസ് ആണ്. ആ ഗ്രൂപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ എക്സ്പെക്ടേഷൻ ഇരിക്കുക. ഓക്കെ, അതുകൊണ്ടാണ് നമ്മുടെ ഇൻ ഗ്രൂപ്പും ഔട്ട് ഗ്രൂപ്പും നമ്മുടെ ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്യും എന്ന് പറയുന്നത്. In-group and out-group dynamics can influence behavior, attitude, and even moral judgment. For example, individuals may be more likely to help members of their in-group and may exhibit prejudice or discrimination towards members of out-groups. Understanding these concepts is crucial for analyzing social dynamics and പ്രൊമോട്ടിങ് ഇൻക്ലൂസിവിറ്റി. ഇൻ ഗ്രൂപ്പിന്റെ ഔട്ട് ഗ്രൂപ്പിന്റെ നമ്മൾ പറഞ്ഞു നമ്മുടെ ബിഹേവിയറിനെയും, ഒരു ഇൻഡിവിജ്വലിന്റെ ബിഹേവിയറിനെയും പെരുമാറ്റത്തെയും ഈവൻ നമ്മുടെ ജഡ്ജ്മെന്റിനെ പോലും ഇൻ ഗ്രൂപ്പും ഔട്ട് ഗ്രൂപ്പും സ്വാധീനിക്കും.
എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻ ഗ്രൂപ്പില് നമ്മൾക്ക് അറിയാം, നമ്മൾ ആ ഇൻ ഗ്രൂപ്പിലത്തെ മെമ്പേഴ്സിനോട് ഒന്നുകൂടി ലോയൽ ആയിരിക്കും. ഇപ്പൊ നമ്മൾ തിരിച്ചു കാണിക്കുന്ന കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ആ ഗ്രൂപ്പിലത്തെ മെമ്പേഴ്സിനെ നമുക്ക് അറിയാം, നമ്മൾ അവരോട് ഒന്നുകൂടി സ്നേഹം കാണിക്കും, സഹതാപം കാണിക്കും, എല്ലാം ഹെൽപ്ഫുൾനെസ് ആയാലും കാണിക്കും. പക്ഷെ ഒരു ഔട്ട് ഗ്രൂപ്പിലത്തെ മെമ്പർ ആണെങ്കിൽ നമ്മൾ ഈ ഒരു ഇൻഡിവിജ്വൽ ആ മെമ്പറിനോട് ഒരു മുൻവിധി കാണിക്കാനുള്ള ചാൻസ് ഉണ്ട്, വിവേചനം കാണിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് ഇൻ ഗ്രൂപ്പും ഔട്ട് ഗ്രൂപ്പും നമ്മുടെ ബിഹേവിയറിനെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് പറയാൻ കാരണം. ഓക്കെ, അതുകൊണ്ട് തന്നെ സോഷ്യൽ ഡൈനാമിക്സിനെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഇൻ ഗ്രൂപ്പ് ആൻഡ് ഔട്ട് ഗ്രൂപ്പ് എന്ന കോൺസെപ്റ്റ്. ഓക്കെ, അടുത്തതായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെമ്പററി സോഷ്യൽ ഗ്രൂപ്പാണ്. ഇപ്പൊ നമ്മൾ പഠിച്ച പ്രൈമറി ഗ്രൂപ്പ് ആയാലും സെക്കൻഡറി ഗ്രൂപ്പ് ആയാലും ഇൻ ഗ്രൂപ്പ് ഔട്ട് ഗ്രൂപ്പ് ഏതായിക്കോട്ടെ, അതൊക്കെ ഒരു പെർമനന്റ്ലി പീരീഡ് ഉള്ള ഗ്രൂപ്പാണ്. പക്ഷെ ഇനി വരെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ടെമ്പററി സോഷ്യൽ ഗ്രൂപ്പാണ്. ഒരു ഷോർട്ട് പീരീഡിൽ വരുന്ന സോഷ്യൽ ഗ്രൂപ്പ്സിനെയാണ് നമ്മൾ ടെമ്പററി സോഷ്യൽ ഗ്രൂപ്പ്. അത് ഒരു ഷോർട്ട് പീരീഡിൽ ഡെലിബറേറ്റ്ലി ക്രിയേറ്റഡ് ആവണതല്ല. ഓക്കെ, സ്പോണ്ടാനിയസ്ലി ക്രിയേറ്റ് ആവുന്നതാണ്. അതുപോലെ തന്നെ അവിടുത്തെ ആ പർപ്പസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡിസ്പേഴ്സ് ആയി പോകും. അങ്ങനെ ടെമ്പററി സോഷ്യൽ ഗ്രൂപ്പിന് വരുന്ന എക്സാമ്പിൾസ് ആണ് നമ്മുടെ ക്രൗഡ്, മോബ്, ഹേർഡ് ഒക്കെ. അപ്പോൾ അതിനെ ഡിസ്കസ് ചെയ്യാം നമുക്ക്. ടെമ്പററി സോഷ്യൽ ഗ്രൂപ്പ്, ക്രൗഡ്. When a group of people come together temporarily for a short period, motivated by a common interest or curiosity. ടെമ്പററി സോഷ്യൽ ഗ്രൂപ്പിലെ എക്സാമ്പിൾ ക്രൗഡ്. നമ്മൾ പറഞ്ഞു ഒരു ഷോർട്ട് പീരീഡിന് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഗ്യാദർ ചെയ്യാണ് ഒരു ഷോർട്ട് പീരീഡില് ഒരു കോമൺ ഇൻട്രസ്റ്റ്, മോട്ടിവേറ്റഡ് ബൈ എ കോമൺ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ഉണ്ടാവുന്ന ഒരു ഗ്രൂപ്പാണ് ടെമ്പററി സോഷ്യൽ ഗ്രൂപ്പിൽ ക്രൗഡ്. A crowd is spontaneously formed and they are purely temporary in nature. ഒരു ക്രൗഡ് എന്ന് പറയുന്നത് ഒരു സ്വയമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതല്ല. എന്നാ പോയിട്ട് ഒരു ക്രൗഡ്, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളെ വിളിച്ചിട്ട് ക്രൗഡ് ടെമ്പററി സോഷ്യൽ ഗ്രൂപ്പ് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവില്ല. പെട്ടെന്ന് സഡൻലി ക്രിയേറ്റ് ചെയ്യുന്നതാണ്, മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടാകുന്ന ഒരു ഗ്രൂപ്പ് അല്ല ക്രൗഡ്. ഓക്കെ, പെട്ടെന്ന്. അതുപോലെ തന്നെ പ്യുവർലി ടെമ്പററി നേച്ചറാണ്, അതിന്റെ ആവശ്യം കഴിഞ്ഞാൽ അത് ഡിസ്പേഴ്സ് ആയി പോകും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ദ ക്രൗഡ് ലാക്സ് ഇന്റേണൽ ഓർഗനൈസേഷൻ ആൻഡ് ലീഡർഷിപ്പ്. ആ ക്രൗഡിന് ഒരു ലീഡർഷിപ്പ് ഉണ്ടാവില്ല, അല്ലാതെ മുൻകൂട്ടി ചെയ്യുന്നതോ അല്ല ആ ക്രൗഡ് എന്ന ഗ്രൂപ്പ്. ക്രൗഡിന് ഒരു എക്സാമ്പിൾ പറയാ, നമുക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ട് ഒരു കൂട്ടം ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അവിടെ ഓടി വരുമല്ലോ. അപ്പൊ നമുക്ക് അവിടുത്തെ ഇപ്പൊ ആ ആക്സിഡന്റ് ഉണ്ടായ ആളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടുത്തെ ക്രൗഡ് പോയി. ആ ക്യൂരിയോസിറ്റിയുടെ വയ്യോ എന്താ അവിടെ ഉണ്ടായി എന്നറിയാൻ വേണ്ടിയിട്ട് വരുന്ന ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, മോട്ടിവേറ്റഡ് ബൈ എ ക്യൂരിയോസിറ്റി ഫോർ എ ഷോർട്ട് പീരീഡ്, അവിടുത്തെ ആ ആളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടുത്തെ ആവശ്യം കഴിഞ്ഞു, ഡിസ്പേഴ്സ് ആവും. അവിടെ ഒരു ലീഡർ വന്നിട്ട് വിളിച്ചിട്ടല്ല ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വരുന്നത്. അതുപോലെ ഒരു ഇന്റേണൽ ഓർഗനൈസേഷൻ ഇല്ല. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ആക്സിഡന്റ് സോൺ എക്സാമ്പിൾ ആയിട്ട് എടുക്കുക, നമുക്ക് ക്രൗഡ് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. When the interest is over, the crowd dispersed. These type of groups are not deliberately created or established. നമ്മൾ നേരത്തെ പറഞ്ഞു സ്വയമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പാണ്, അല്ലാണ്ട് ക്രൗഡ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കുന്ന ഒരു ഗ്രൂപ്പ് അല്ല ടെമ്പററി സോഷ്യൽ ഗ്രൂപ്പിലെ ക്രൗഡ്. ഡെലിബറേറ്റ്ലി ക്രിയേറ്റ് ചെയ്യുന്നതല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദേ may came into being suddenly or spontaneously. Example, accident zones, audience of a street play, etc. നമ്മൾ പറഞ്ഞു ടെമ്പററി സോഷ്യൽ ഗ്രൂപ്പ് പറഞ്ഞ ഷോർട്ട് പീരീഡിൽ ഒരു ക്യൂരിയോസിറ്റിക്ക് പുറമെ ഡെലിബറേറ്റ്ലി ക്രിയേറ്റ് ചെയ്യാതെ സ്പോണ്ടേനിയസ്ലി അല്ലെങ്കിൽ സഡൻലി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് ക്രൗഡ്. ക്രൗഡിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ആക്സിഡന്റ് സോണിൽ വരുന്ന ഗ്രൂപ്പ് ഓഫ് പീപ്പിള്, അല്ലെങ്കിൽ ഒരു സ്ട്രീറ്റ് പ്ലേ കാണാൻ വരുന്ന പീപ്പിളൊക്കെ. ഓക്കെ, ടെമ്പററി സോഷ്യൽ ഗ്രൂപ്പിന് വേറൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ മോബ് എന്ന് പറയുന്നത്. മോബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രൗഡ് പോലെ തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്, ഒരു കൂട്ടം ആൾക്കാരുണ്ട്, പക്ഷേ അതിനൊരു ലീഡർ ഉണ്ടാവും. എക്സാമ്പിൾ പറയാച്ചെങ്കിൽ നമുക്ക് ഒരു സമരം അല്ലെങ്കിൽ ഒരു പ്രതിഷേധത്തിന്റെ ആൾക്കാരെയാണ് കൊടുക്കാം. ഒരു സമരത്തിന്
ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ പോവുക വെച്ചെങ്കിൽ അതിനൊരു ലീഡർ ഉണ്ടാവൂലേ, ലീഡറിനെ കാണാം. അതുപോലെ തന്നെ അവരുടെ ആ ആവശ്യം, ആ സമരത്തിന്റെ ആവശ്യം നിറവേറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് ഡിസ്പേഴ്സ്ഡ് ആവും. ഓക്കെ, മോബ് ഈസ് എസെൻഷ്യലി എ ക്രൗഡ് ബട്ട് ഹാസ് എ ലീഡർ ഹൂ ഫോഴ്സ്ഡ് ദ മെമ്പർ ഇൻ ടു ആക്ഷൻ. ദ മോബ് ഈസ് മോർ ഇമോഷണൽ ദാൻ ക്രൗഡ്. ക്രൗഡിനെ വെച്ച് നോക്കുമ്പോൾ മോബിലത്തെ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഒന്നും കൂടിയും വൈകാരികത നിറഞ്ഞ ആൾക്കാരാണ്. കാരണം ഒരു സമരത്തിലത്തെ ആൾക്കാരെ നമ്മൾ നോക്കി വെച്ചെങ്കിൽ അറിയാലേ, അവർക്ക് ആ ഒരു സംഭവം നേടിയെടുക്കണം എന്നുള്ളൊരു ഒരു ഒരു മൈൻഡ് ഉണ്ടാവും അവർക്ക്. അതുകൊണ്ടാണ് ഇമോഷന് ഒന്നും കൂടി ഊന്നൽ കൊടുക്കുന്ന ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് മോബ്. ഇറ്റ് ഈസ് അൺസ്റ്റേബിൾ ആൻഡ് ലാക്ക് ഓഫ് ഇന്റേണൽ ഓർഗനൈസേഷൻ. ക്രൗഡിലും നമ്മൾ പറഞ്ഞു ഇന്റേണൽ ഓർഗനൈസേഷൻ ഇല്ല, പക്ഷെ മോബില് ഇന്റേണൽ ഓർഗനൈസേഷൻ ഇല്ലെങ്കിലും ലീഡർ ഉണ്ട്. അതുപോലെ തന്നെ അതൊരു അൺസ്റ്റേബിൾ ആണ്. ഓക്കെ, ഒരു കുറെ കാലം നീണ്ടു നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ല, ഷോർട്ട് പീരീഡ് തന്നെയാണ്, പക്ഷെ ലീഡർ ഉണ്ട്. വെൻ ദ പർപ്പസ് ഈസ് അച്ചീവ്ഡ് ദ ഗ്രൂപ്പ് ഈസ് ഡിസപ്പിയേർഡ്. ആ സമരത്തിന്റെ അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെ പർപ്പസ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗ്രൂപ്പും ഡിസ്പേഴ്സ്ഡ് ആവും. എക്സാമ്പിൾ ആണ് നമ്മുടെ സ്റ്റുഡൻറ് അജിറ്റേഷൻ, സ്ട്രൈക്സ് എക്സിട്ര. ഓക്കെ, നമ്മൾ ടെമ്പററി സോഷ്യൽ ഗ്രൂപ്പിന്റെ ക്രൗഡ് എക്സാമ്പിൾ പഠിച്ചു, മോബ് പഠിച്ചു. ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹേർഡ് ആണ്. ഹേർഡും നമ്മൾ പറഞ്ഞ പോലെ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ക്രൗഡ് പോലെ തന്നെ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്, പക്ഷേ അവിടെ ഒരു ലീഡർ ഉണ്ടാവും. മോബ് പോലെ തന്നെ ഒരു ലീഡർ ഉണ്ടാവും. ആ ലീഡർ പറയുന്നത് ഈ അതർ മെമ്പേഴ്സ് അനുസരിക്കണം. തിരിച്ചൊരു ചോദ്യം വിത്തൗട്ട് ആസ്കിങ് എനി ക്വസ്റ്റ്യൻ, തിരിച്ച ആ ലീഡറോട് ഒന്നും ചോദിക്കാതെയും അതുപോലെ തന്നെ ആ ലീഡർ പറഞ്ഞത് ബ്ലൈൻഡ്ലി വിശ്വസിച്ചുമാണ് ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹേർഡ് മുന്നോട്ട് പോകുന്നത്. എക്സാമ്പിൾ എടുക്കുക വെച്ചാൽ നമ്മുടെ തീർത്ഥാടന ഗ്രൂപ്പ്, ടൂറിസ്റ്റ് ഗ്രൂപ്പില് മറ്റേ ഗൈഡ് വരുന്ന പോലെ, അതൊക്കെയാണ് ഹേർഡിന്റെ എക്സാമ്പിൾ. ദിസ് ഈസ് ഓൾസോ എ ക്രൗഡ് വിത്ത് എ ലീഡർ. Here the members of the group have to follow the orders of the leader blindly or without asking question. ഓക്കെ, അപ്പം ക്രൗഡിന് എക്സാമ്പിൾ നമ്മൾ പഠിച്ചു. ക്രൗഡിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ആക്സിഡന്റ് സോണിൽ ഉണ്ടാകുന്ന ഗ്രൂപ്പ് ഓഫ് പീപ്പിള്. മോബിന് എക്സാമ്പിൾ നമ്മുടെ സ്ട്രൈക്ക്, സമരത്തിന്റെ പ്രതിഷേധത്തിന്റെയും ഗ്രൂപ്പ് ഓഫ് പീപ്പിള്. ഹേർഡിന് എക്സാമ്പിള് തീർത്ഥാടനത്തിന്റെ അല്ലെങ്കിൽ ടൂറിസ്റ്റ് ഗ്രൂപ്പാണ് നമ്മുടെ ഹേർഡിന് എക്സാമ്പിൾ. ഇതൊക്കെ ടെമ്പററി സോഷ്യൽ ഗ്രൂപ്പാണ്, ഷോർട്ട് പീരീഡിന് വന്നവരാണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പർപ്പസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് ഡിസ്പേഴ്സ് ആയി പോകും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓർഗനൈസ്ഡും അൺഓർഗനൈസ്ഡ് ഗ്രൂപ്പാണ്. ഓർഗനൈസ്ഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലേ, ആ ഒരു ഗ്രൂപ്പിന് ഒരു സംഘടന, ഒരു സ്ട്രക്ചറും അതുപോലെ തന്നെ അതിനൊരു എയിം ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു ഓർഗനൈസ്ഡ് ഗ്രൂപ്പാണ്. പക്ഷെ അൺഓർഗനൈസ്ഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഈ ടെമ്പററി സോഷ്യൽ ഗ്രൂപ്പ് പോലെ തന്നെ ഒരു സ്ട്രക്ചറോ ഒരു സംഘടനയോ ഇല്ലാണ്ട് ഫോം ചെയ്യുന്ന ഗ്രൂപ്പാണ് അൺഓർഗനൈസ്ഡ് ഗ്രൂപ്പ്. അൺഓർഗനൈസ്ഡ് ഗ്രൂപ്പിന്റെ ബേസിസ് അവരുടെ ഡിഗ്രി ഓഫ് ഓർഗനൈസേഷൻ അനുസരിച്ചിട്ടാണ് ഈ ഗ്രൂപ്പിനെ അൺഓർഗനൈസ്ഡും ഓർഗനൈസ്ഡും ആക്കിയിരിക്കുന്നത്. ഓക്കെ, സോഷ്യൽ ഗ്രൂപ്പ് ഹാവ് ബീൻ ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ദയർ ഡിഗ്രി ഓഫ് ഓർഗനൈസേഷൻ ഇൻ ടു ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് ഗ്രൂപ്പ്. അവരുടെ ഓർഗനൈസേഷൻ ഡിഗ്രി, അവർ എത്രത്തോളം ഓർഗനൈസ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടാണ് ഓർഗനൈസ്ഡ് ഗ്രൂപ്പും അൺഓർഗനൈസ്ഡ് ഗ്രൂപ്പും തരംതിരിച്ചിട്ടുള്ളത്. ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് ഗ്രൂപ്പ് ഡിഫർ പ്രൈമർലി ഇൻ ദയർ സ്ട്രക്ചർ, പർപ്പസ്, ദ ലെവൽ ഓഫ് ഫോർമാലിറ്റി. ഓർഗനൈസ്ഡ് ഗ്രൂപ്പിൽ നമ്മൾ പറഞ്ഞവർക്ക് സ്ട്രക്ചർ ഉണ്ടാവും, അവർക്ക് ഒരു നിശ്ചിത പർപ്പസ് ഉണ്ടാവും. പക്ഷെ അൺഓർഗനൈസ്ഡ് ഗ്രൂപ്പിന് അങ്ങനെ ഒന്നുമില്ല. Organized groups have a defined structure, established goals, and formal rules. Unorganized groups lack these elements, often forming spontaneously or lacking clear objectives. യാതൊരുവിധ സ്ട്രക്ചറോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവോ ഗോളോ ഇല്ലാണ്ട് വരുന്നത് അൺഓർഗനൈസ്ഡ് ഗ്രൂപ്പാണ്. എല്ലാ എലമെന്റും സ്ട്രക്ചറും എസ്റ്റാബ്ലിഷ്ഡ് ഗോളും ഫോർമലി ക്രിയേറ്റ് ചെയ്ത റൂൾസും റെഗുലേഷനും ഒക്കെ ഉള്ളത് ഓർഗനൈസ്ഡ് ഗ്രൂപ്പാണ്. ഓക്കെ, നെക്സ്റ്റ് ഓർഗനൈസ്ഡ് ഗ്രൂപ്പ് നമുക്ക് ഒന്നുകൂടി ഡീപ്പായി എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, ഇൻ ഓർഗനൈസ്ഡ് ഗ്രൂപ്പ് ദ മെമ്പേഴ്സ് ബിലീവ് ഇൻ കോഓപ്പറേഷൻ, വർക്ക് ആസ് എ യൂണിറ്റ് ആൻഡ് ട്രൈ ടു അക്കോമഡേറ്റ് ഈച്ച് അതർ.
ഒരു ഓർഗനൈസ്ഡ് ഗ്രൂപ്പിലെ ആ ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് ഒരു യൂണിറ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുക. അതുകൊണ്ടാണ് അവരുടെ ഓർഗനൈസേഷൻ അനുസരിച്ചിട്ടാണ് ഈ ഗ്രൂപ്പിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത്. ഒരു പർപ്പസ് അച്ചീവ് ചെയ്യാൻ അവര് ഒരു യൂണിറ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുക. അതുപോലെ തന്നെ അവര് കോപ്പറേഷനിൽ വർക്കിംഗ് ടുഗദർ ഒപ്പമുള്ള കൂട്ടായ്മയിൽ അവര് വളരെയധികം വിശ്വസിക്കുന്ന ഒരു കൂട്ടായ്മയാണ് നമ്മുടെ ഓർഗനൈസ്ഡ് ഗ്രൂപ്പ്. ആ പർട്ടിക്കുലർ പർപ്പസ് അച്ചീവ് ചെയ്യാൻ ഒരു ഒറ്റക്കെട്ടായി മുന്നേറാനാണ് ഓർഗനൈസ്ഡ് ഗ്രൂപ്പിന്റെ എലമെന്റ് എന്ന് പറയുന്നത്. They remain bound with a specific discipline and so their moral level is usually high. ആ ഓർഗനൈസ്ഡ് ഗ്രൂപ്പിലെ ആ ഗ്രൂപ്പിലത്തെ മെമ്പേഴ്സ് ഒരു പർട്ടിക്കുലർ ഡിസിപ്ലിൻ ഒബീഡിയന്റ് ചെയ്യുന്നുണ്ടാവും. അവിടെ റൂൾസും റെഗുലേഷനും ഒക്കെ, അതുകൊണ്ടാണല്ലോ ഒരു ഓർഗനൈസ്ഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അവർക്ക് അവരുടേതായ ഒരു കൺട്രോൾ ഉണ്ടാവും, റൂൾസ് ഉണ്ടാവും, റെഗുലേഷൻസ് ഉണ്ടാവും, ഡിസിപ്ലിൻസ് ഉണ്ടാവും. അത് ആ ഗ്രൂപ്പിലെ മെമ്പേഴ്സിന്റെ മോറൽ ലെവല് കൂട്ടാൻ സഹായിക്കും. ഓർഗനൈസ്ഡ് ഗ്രൂപ്പ് ഓഫൻ കോൾഡ് അസോസിയേഷൻ ഗ്രൂപ്പ്. ഓർഗനൈസ്ഡ് ഗ്രൂപ്പിനെ നമ്മൾ അസോസിയേഷൻ ഗ്രൂപ്പ് എന്ന് വിളിക്കും. കാരണം ഈ ഗ്രൂപ്പ് ഓഫ് മെമ്പർ അസോസിയേറ്റ് ചെയ്യുമ്പോഴാണ് അവിടുത്തെ പർപ്പസ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓർഗനൈസേഷൻ ഈസ് ഇമ്പോർട്ടന്റ് ഫിനോമിന ഓഫ് മോഡേൺ കോംപ്ലക്സ് സൊസൈറ്റി. ആധുനിക സങ്കീർണമായ നമ്മുടെ സൊസൈറ്റിയിലെ, നമ്മുടെ സമൂഹത്തിലെ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യങ്ങൾ, എന്തെങ്കിലും ഒരു ഗോൾ അച്ചീവ് ചെയ്യാനോ എന്തെങ്കിലും നേടിയെടുക്കാനോ വേണ്ടിയിട്ട് ഓർഗനൈസ്ഡ് ഗ്രൂപ്പ് വളരെയധികം എസെൻഷ്യൽ ആണ്. ഓക്കെ, ഓർഗനൈസ്ഡ് ഗ്രൂപ്പ് മേ ബി സ്മോൾ ആസ് ദ ഫാമിലി, നൈബർഹുഡ്, ചിൽഡ്രൻ പ്ലേ ഗ്രൂപ്പ് ഓർ ബിഗ് ആസ് പൊളിറ്റിക്കൽ പാർട്ടീസ്, ട്രേഡ് യൂണിയൻ എക്സെട്ര. ഓർഗനൈസ്ഡ് ഗ്രൂപ്പ് ചെറുതും ആവാം വലുതും ആവാം. നമ്മുടെ ഫാമിലി, ഫ്രണ്ട്സ് ഗ്രൂപ്പ്, പിയർ ഗ്രൂപ്പിനെ പോലെ ചെറുതുമാവാം ഓർഗനൈസ്ഡ് ഗ്രൂപ്പ്. പക്ഷെ ട്രേഡ് യൂണിയൻ, പൊളിറ്റിക്കൽ പാർട്ടീസിനെ പോലെ വലുതുമാവാം ഓർഗനൈസ്ഡ് ഗ്രൂപ്പ്. ഇപ്പൊ ഫാമിലി നോക്കുക, ഫാമിലിയിൽ ഒരു സ്ട്രക്ചർ ഉണ്ട് അല്ലെ, അച്ഛൻ, അമ്മ, മക്കള്, അച്ഛൻ്റെ അമ്മയുടെ പാരൻസ്, അങ്ങനെ അവർ തമ്മിലെ ഒരു ബോണ്ടിങ്ങും സ്ട്രക്ചറും ആ ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകണം. നല്ല രീതിയിൽ സ്നേഹത്തോടെയും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ആ ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകാനെന്നായിരിക്കും ആ ഫാമിലിയുടെ എയിം. അത് അച്ചീവ് ചെയ്യാൻ ആ ഫാമിലിയിലത്തെ എല്ലാ മെമ്പേഴ്സും പ്രയത്നിക്കും. അതുകൊണ്ട് തന്നെ ഫാമിലി ഓർഗനൈസ്ഡ് ഗ്രൂപ്പാണ്. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ പാർട്ടീസ്, വലിയ പൊളിറ്റിക്കൽ പാർട്ടീസിനായാൽ പോലും അവരുടെ എയിം അച്ചീവ് ചെയ്യണം. അതുകൊണ്ടാണ് ഈ ഓർഗനൈസ്ഡ് ഗ്രൂപ്പ് എന്ന് ഫാമിലിനെയും ഈവൻ പൊളിറ്റിക്കൽ പാർട്ടിനെ പോലെ പറയുന്നത്. ഓക്കെ, ഇറ്റ് മേ ബി ലോക്കലി ലിമിറ്റഡ് ഓർ സ്പ്രെഡ് ഓവർ എ വാസ്റ്റ് ഏരിയ. അത് നമ്മൾ പറഞ്ഞു. എക്സാമ്പിൾ: ബിസിനസ്, ഗവൺമെന്റ് ഏജൻസീസ്, സ്പോർട്സ് ടീം, ഫോർമൽ ക്ലബ്സ്, ടീംസ് വർക്കിംഗ് ഓൺ എ പ്രൊജക്ട്, എ കമ്പനീസ് എംപ്ലോയീസ്, രജിസ്റ്റേർഡ് സൊസൈറ്റി. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഒരു യൂണിറ്റ് ആയിട്ട് കോപ്പറേഷനോട് കൂടി ഒരു ഓർഗനൈസ്ഡ് ഗ്രൂപ്പിൽ പ്രവർത്തിക്കും. അതാണ് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വേണം, അവർ തമ്മിൽ ഒരു യൂണിറ്റ് വേണം, കോപ്പറേഷൻ വേണം. ചെറുതുമാവാം വലുതുമാവാം ഓർഗനൈസ്ഡ് ഗ്രൂപ്പ്. ലോക്കലി ലിമിറ്റഡ് ആയിരിക്കും, അതുപോലെ തന്നെ സ്പ്രെഡ് ഓവർ ദി വേൾഡും ആയിരിക്കും ഓർഗനൈസ്ഡ് ഗ്രൂപ്പ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അൺഓർഗനൈസ്ഡ് ഗ്രൂപ്പാണ്. യാതൊരുവിധ എസ്റ്റാബ്ലിഷ്ഡ് ഗോൾസോ അതുപോലെ തന്നെ ഒരു സ്ട്രക്ചറോ പർപ്പസോ ഒരു ഫോർമൽ റൂൾസോ ഈ അൺഓർഗനൈസ്ഡ് ഗ്രൂപ്പിന് ഉണ്ടാവില്ല. നമ്മൾ ടെമ്പററി ഗ്രൂപ്പിനെ പോലെയാണ് ഈ അൺഓർഗനൈസ്ഡ് ഗ്രൂപ്പ്. Unorganized groups are not deliberately created or established. The unorganized groups are unstable and are formed without having a specific purpose and goal before them. They form suddenly or spontaneously. They are purely temporary in character. അൺഓർഗനൈസ്ഡ് ഗ്രൂപ്പ് പെട്ടെന്ന് സ്വയമേവ ക്രിയേറ്റ് ചെയ്യുന്നതല്ല, പെട്ടെന്ന് ഉണ്ടാകുന്നതാണ്. മുന്നേ കൂട്ടി ഉണ്ടാക്കണം. ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇന്ന പർപ്പസ് അച്ചീവ് ചെയ്യണമെന്ന് വിചാരിച്ച് ഫോം ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് അല്ല അൺഓർഗനൈസ്ഡ് ഗ്രൂപ്പ്. അതിന് എക്സാമ്പിൾസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ ടെമ്പററി സോഷ്യൽ ഗ്രൂപ്പിന് എക്സാമ്പിൾസ് ആയ ക്രൗഡ്, മോബ്, അതുപോലെ മാസും പബ്ലിക്കും ഇതിനൊരു എക്സാമ്പിൾ ആണ്. മാസും പബ്ലിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേർഡ്സ് ഏകദേശം നമുക്ക് ഒരുപോലെ തോന്നും. മാസ്
പബ്ലിക് ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ റെപ്രസെന്റ് ചെയ്യുന്ന വേർഡ്സ് ആണ്. പക്ഷേ മാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇൻഫിനിറ്റ്ലി പല പല സ്ഥലത്ത് ഒത്തൊരുമിക്കുന്നതാണ് ഈ മാസ് എന്ന് പറയുന്നത്. നമുക്ക് അവിടെ ആ മാസ് ഉണ്ട് എന്ന് പറയാനേ പറ്റില്ല, പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല. കാരണം അവിടെ അത് അത്രയും വൈഡ് റേഞ്ചിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്. മാസ് ഇറ്റ് റെഫേഴ്സ് ടു എ infinitely large number of people who are physically located at a different place and are not organized at all as a group. ഒരു ഗ്രൂപ്പ് പോലെ, ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ നമുക്ക് കാണാം. ഇപ്പൊ ഒരു ബിസിനസ് ഗ്രൂപ്പ് ആയിക്കോട്ടെ, നമുക്ക് അറിയാം ഇത്ര ആൾക്കാർ ഇവിടെ ഉണ്ട്, ഇത്ര ആൾക്കാർ ഇന്ന സ്ഥലത്തുണ്ട് നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ മാസ് അങ്ങനെയല്ല, ഒരു വൈഡ് റേഞ്ച് ആണ് മാസിനുള്ളത്. പക്ഷെ പബ്ലിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അൺഓർഗനൈസ്ഡ് ഗ്രൂപ്പാണ്. പക്ഷെ പബ്ലിക് ഈസ് റെഫേർഡ് ടു അൺഓർഗനൈസ്ഡ് അഗ്രിഗേഷൻ ഓഫ് പീപ്പിൾ എന്നാണ് ഗിൻസ്ബർഗ് പറഞ്ഞിരിക്കുന്നത്. അൺഓർഗനൈസ്ഡ് ആണ്, അഗ്രിഗേഷൻ ഓഫ് പീപ്പിൾ ആണ്, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് ഈ പബ്ലിക് എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ ഹു ആർ ബൗണ്ട് ടുഗദർ ബൈ കോമൺ ഒപ്പീനിയൻ ആൻഡ് ഡിസയേർഡ് ബട്ട് ആർ ടു ന്യൂമറസ്. പബ്ലിക് ഈസ് ഡിസ്പേഴ്സ്ഡ് ഗ്രൂപ്പ്. മാസിന്റെയും പബ്ലിക്കിന്റെ ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. ഒരു എക്സാമ്പിൾ ആണ്. അപ്പോൾ ഫാമിലി പ്ലാനിങ്ങിനെ കുറിച്ചിട്ട് ഒരുപാട് പേർക്ക് അറിയാം. മാസ് പീപ്പിളിന് അറിയാം ഫാമിലി പ്ലാനിങ്ങിനെ കുറിച്ചിട്ട്. അത് നമുക്ക് എത്രത്തോളം ആൾക്കാർക്ക് അറിയാൻ പറ്റുന്നത് നമുക്കറിയില്ലല്ലോ. കുറെ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ അറിയാം. പക്ഷെ ഒരു ഫാമിലി പ്ലാനിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടോപ്പിക്കിനെ കുറിച്ചോ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം വെക്കുമ്പോൾ അവിടെ പ്രസന്റ് ആയ പീപ്പിൾ വളരെ കുറവായിരിക്കും അല്ലെ. ഈ ഫാമിലി പ്ലാനിങ്ങിനെ കുറിച്ച് അറിയുന്നവരെല്ലാം അവിടെ പ്രസന്റ് ആവണമെന്നില്ല. ആ നിശ്ചിത സമയത്ത് ആ ടോപ്പിക് അവിടെ പറയുമ്പോൾ പ്രസന്റ് ആയിരിക്കുന്ന ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയാണ് നമ്മൾ പബ്ലിക് എന്ന് പറയുന്നത്. കോമൺ ഒപ്പീനിയൻ ഉള്ളതായിരിക്കും, ഡിസയേഴ്സ് ബട്ട് ആർ ടു ന്യൂമറസ് ആണെങ്കിൽ പോലും ആ ഒരു പർട്ടിക്കുലർ സമയത്ത് അവിടെ എത്തിച്ചേരുന്ന ആൾക്കാർ പബ്ലിക്. ഒരു എക്സാമ്പിൾ ആണ്, അങ്ങനെ ആലോചിക്കാം. അതുപോലെ തന്നെ ആ ടോപ്പിക് അവിടുത്തെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഡിസ്പേഴ്സ് ആയി പോകും. ഓക്കെ, വെരി ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ഫിസിക്കലി പ്രസന്റ് അറ്റ് വൺ പ്ലേസ് ദേ ആർ കോൾഡ് പബ്ലിക്. ഓക്കെ, മാസിന്റെ ഡെഫിനേഷൻ എന്തായിരുന്നു? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ഹു ആർ ഫിസിക്കലി ലൊക്കേറ്റഡ് അറ്റ് ഡിഫറെന്റ് പ്ലേസ് ആണ്. പക്ഷേ പബ്ലിക് അങ്ങനെയല്ല. ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ഫിസിക്കലി പ്രസന്റ് അറ്റ് വൺ പ്ലേസ്, ഒരൊറ്റ പ്ലേസിൽ നമുക്ക് അവരെ കാണാൻ സാധിക്കും. അതാണ് മാസും പബ്ലിക്കും തമ്മിലുള്ള മേജർ ഡിഫറൻസ്. These groups are characterized by lack of systematic interaction and a temporary existence with the members often not knowing each other well. ഒരു സിസ്റ്റമിക് ഇന്ററാക്ഷൻ ഉണ്ട്. അൺഓർഗനൈസ്ഡ് ഗ്രൂപ്പിന് ഒരു ഇന്ററാക്ഷൻ നടക്കുന്നുണ്ട്. എങ്ങനെയായാലും ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വരുമ്പോൾ അവിടെ ഒരു ഇന്ററാക്ഷൻ നടക്കുമല്ലോ. പക്ഷെ ഒരു ടെമ്പററി എക്സിസ്റ്റൻസ് ആണ്, അവർ തമ്മിൽ അറിയണമെന്നില്ല. അതാണ് അൺഓർഗനൈസ്ഡ് ഗ്രൂപ്പിന്റെ ഒരു പ്രത്യേകത. അൺഓർഗനൈസ്ഡ് ഗ്രൂപ്പിൽ നമ്മൾ ടെമ്പററി ഗ്രൂപ്പിനെ എക്സാമ്പിൾ വെച്ചിട്ടാണ് പഠിച്ചത്. ക്രൗഡ്, മോബ്, ഇതിൽ എക്സ്ട്രാ പഠിച്ചതാണ് മാസും പബ്ലിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ വേറൊരു സോഷ്യോളജിയുടെ തന്നെ വേറൊരു ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. ഇത്ര നേരം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് സോഷ്യൽ ഗ്രൂപ്പ്സിനെ കുറിച്ചിട്ടാണ് അല്ലെ. ഫസ്റ്റ് നമ്മൾ സൊസൈറ്റി പഠിച്ചു, പിന്നെ കമ്മ്യൂണിറ്റി എന്താന്ന് പഠിച്ചു. അതിനുശേഷം നമ്മൾ സോഷ്യൽ ഗ്രൂപ്പിനെയാണ് ഡിസ്കസ് ചെയ്തത്. പ്രൈമറി ഗ്രൂപ്പ്, സെക്കൻഡറി ഗ്രൂപ്പ്, ഗ്രൂപ്പ്, ഓർഗനൈസ്ഡ് ഗ്രൂപ്പ്, അൺഓർഗനൈസ്ഡ് ഗ്രൂപ്പ്, ടെമ്പററി ഗ്രൂപ്പിൽ ക്രൗഡ്, മോബ്, ഹെർഡ് ഒക്കെ ഡിസ്കസ് ചെയ്തു അല്ലെ. അതൊക്കെ നന്നായിട്ട് പഠിക്കുക, എല്ലാ ഡെഫിനിഷൻസും നന്നായി പഠിക്കുക. എല്ലാ ഏരിയയിലും 2 മാർക്കിനും 5 മാർക്കിനും എസ്സേസ് ഒക്കെ ചോദിച്ച ഏരിയാസ് ആണ്. എല്ലാ ഡെഫിനിഷൻസും പഠിക്കാൻ നോക്കുക. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഡിഫറെന്റ് ടോപ്പിക് ആണ് ഈ സോഷ്യൽ പ്രോസസ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമൂഹത്തിൽ നടക്കുന്ന ഇന്ററാക്ഷൻസ്. സമൂഹത്തിലെ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടാവും നമ്മൾ പറഞ്ഞില്ലേ. ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ മാത്രമായ ഒരു ഗ്രൂപ്പ് ആവില്ല എന്ന് നമ്മൾ പറഞ്ഞു. ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ തമ്മിൽ ഒരു ഇന്ററാക്ഷൻസ് വരണം. ആ ഇന്ററാക്ഷന്റെ സമ്മാണ് സോഷ്യൽ പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, സോഷ്യൽ പ്രോസസ് ഇസ് എ ടൈപ്പ് ഓഫ് സോഷ്യൽ ഇന്ററാക്ഷൻ. സോഷ്യൽ ഇന്ററാക്ഷന്റെ ഒരു ടൈപ്പ് അല്ലെങ്കിൽ റിസൾട്ട്, സോഷ്യൽ ഇന്ററാക്ഷന്റെ റിസൾട്ട് ആണ് നമുക്ക് സോഷ്യൽ പ്രോസസ്സിലൂടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ സോഷ്യൽ പ്രോസസ്സ് 2 തരത്തിലുണ്ട്. ഒന്ന്, ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ കൂട്ടിച്ചേർക്കാനും 2 ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ സെപ്പറേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഡിസ്ഓർഗനൈസേഷനും വേണ്ടിയിട്ടുള്ള 2 തരത്തിലുള്ള സോഷ്യൽ പ്രോസസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്ന് അസോസിയേറ്റീവ് ഗ്രൂപ്പും പിന്നെ ഒന്ന് ഡിസോസിയേറ്റീവ് ഗ്രൂപ്പും.
Okay. Social processes are type of social interactions which either hold together or pull apart the individual or group in the society. ഒന്നെങ്കിൽ ആ സൊസൈറ്റിയിലെ ഇൻഡിവിജ്വലിനെ കൂട്ടിച്ചേർക്കുക, ഹോൾഡ് ടുഗദർ, ഒന്നെങ്കിൽ എല്ലാവരും ഒത്തൊരുമിച്ച് കൊണ്ടുപോകാനും അല്ലെങ്കിൽ ആ സൊസൈറ്റിയിലെ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ സെപ്പറേറ്റ് ചെയ്യാനും പുൾ അപ്പാർട്ട് ചെയ്യാനും ഈ സോഷ്യൽ പ്രോസസ് അല്ലെങ്കിൽ സോഷ്യൽ ഇന്ററാക്ഷൻ റിസൾട്ട് ചെയ്യും. ഓക്കെ. സോഷ്യൽ പ്രോസസ് ആർ ബേസിസ് ഓഫ് സോഷ്യോളജി. സോഷ്യോളജിയുടെ ഒരു ബേസിസ് ആണ് സോഷ്യൽ പ്രോസസ്. കാരണം സോഷ്യൽ പ്രോസസ് ഉണ്ടായാലാണ് അവിടെ ഇന്ററാക്ഷൻ നടക്കുള്ളൂ, കമ്മ്യൂണിക്കേഷൻ നടക്കുള്ളൂ, കോണ്ടാക്ട് നടക്കുള്ളൂ, അങ്ങനെ ഒരു സൊസൈറ്റി ഉണ്ടാവുള്ളൂ. ഓക്കെ. അതുകൊണ്ടാണ് സോഷ്യൽ പ്രോസസ്സിനെ ബേസിസ് ഓഫ് സോഷ്യോളജി എന്ന് പറയുന്നത്. Interactions are the fundamental unit of social process and society is rooted in social interaction. സോഷ്യൽ പ്രോസസ്സിന്റെ ഫണ്ടമെന്റൽ യൂണിറ്റ് ആണ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ആണ് എന്ത്? ഇന്ററാക്ഷൻസ്. സൊസൈറ്റിയിലെ റൂട്ട് ചെയ്തിട്ടാണ് നമ്മുടെ സോഷ്യൽ ഇന്ററാക്ഷൻ കിടക്കുന്നത്. ഒരു സോഷ്യൽ ഇന്ററാക്ഷൻ ഇല്ലെങ്കിൽ ഒരു സൊസൈറ്റി ഇല്ല. ഓക്കെ. അതുകൊണ്ടാണ് സോഷ്യൽ ഇന്ററാക്ഷൻ അല്ലെങ്കിൽ സോഷ്യൽ പ്രോസസ്സിന് ഇത്രയും ഇമ്പോർട്ടൻസ് വന്നത്. വിത്തൗട്ട് ദ സോഷ്യൽ പ്രോസസ്, സോഷ്യൽ റിലേഷൻ ആൻഡ് ഫങ്ഷനിങ് ഓഫ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്യാൻ നോട്ട് ബി പെർഫോംഡ്. ഒരു സോഷ്യൽ പ്രോസസ് ഇല്ലാതെ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഇന്ററാക്ഷൻ ഇല്ലാതെ, ഗ്രൂപ്പ് ഓഫ് പീപ്പിള് ഇന്ററാക്ട് ചെയ്യാതെ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ആ സൊസൈറ്റിയിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും മുന്നോട്ട് പോകില്ല. ഫാമിലി ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും സ്കൂൾ, ബിസിനസ്, എന്തായിക്കോട്ടെ, ഒരു സോഷ്യൽ ഇന്ററാക്ഷൻ ഇല്ലാതെ ആ സൊസൈറ്റി പോലും മുന്നോട്ട് പോകില്ല. ദീസ് പ്രോസസ് ആർ ഫണ്ടമെന്റൽ ടു അണ്ടർസ്റ്റാൻഡിങ് ഹൗ സൊസൈറ്റീസ് ഫങ്ഷൻ ആൻഡ് ചേഞ്ച്. ഈ സൊസൈറ്റിയിൽ വരുന്ന മാറ്റങ്ങൾക്കും ഡെവലപ്മെന്റിനും സോഷ്യൽ പ്രോസസ്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് സോഷ്യൽ പ്രോസസ്സ്, സോഷ്യൽ ഇന്ററാക്ഷന്റെ ഒരു സമ്മപ്പ് അല്ലെങ്കിൽ റിസൾട്ട് ആണ് നമ്മുടെ സോഷ്യൽ ഇന്ററാക്ഷൻ. സോഷ്യൽ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് സോഷ്യൽ പ്രോസസ്സിന്റെ തന്നെ ഫണ്ടമെന്റൽ യൂണിറ്റ് ആണ്. ഓക്കെ. സോഷ്യൽ പ്രോസസ് ഇസ് ദ എസൻസ് ഓഫ് ഗ്രൂപ്പ് ഓഫ് ലൈഫ്. ഒരു സമൂഹത്തിലെ ഒരു ഇൻഡിവിജ്വലിന്റെ ഗ്രൂപ്പിന് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന്റെ ലൈഫിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു പ്രക്രിയയാണ് സോഷ്യൽ പ്രോസസ്. ഓക്കെ. വേരിയസ് ഫോംസ് ഓഫ് ഇന്ററാക്ഷൻസ് ആർ കോൾഡ് സോഷ്യൽ പ്രോസസ്. നമ്മൾ പറഞ്ഞു പലതരം ഇന്ററാക്ഷൻസ് ഉണ്ട്. ഹോൾഡ് ടുഗദർ ചെയ്യുന്ന ഇന്ററാക്ഷൻസും ഉണ്ട്, പുൾ അപ്പാർട്ട് ചെയ്യുന്ന ഇന്ററാക്ഷൻസും ഉണ്ട്. അതുകൊണ്ടാണ് വേരിയസ് ഫോംസ് ഓഫ് ഇന്ററാക്ഷൻസ് ആർ കോൾഡ് സോഷ്യൽ പ്രോസസ് എന്ന് പറയുന്നത്. Social process means the various forms of interaction between individuals or groups. ഇൻഡിവിജ്വൽസും ഗ്രൂപ്പ്സും തമ്മിലുള്ള പല തരത്തിലുള്ള ഇൻഡിവിജ്വൽ ആയിക്കോട്ടെ, ഇൻഡിവിജ്വലും ഗ്രൂപ്പും ആയിക്കോട്ടെ, ഗ്രൂപ്പും തമ്മിലുള്ള ഇന്ററാക്ഷൻസിനെ നമ്മൾ സോഷ്യൽ പ്രോസസ് എന്നാ പറയുക. എങ്ങനൊക്കെ ഇന്ററാക്ഷൻ നടക്കും? സോഷ്യൽ ഇന്ററാക്ഷൻ ഏതൊക്കെ രീതിയിൽ നടക്കും? ഇൻഡിവിജ്വൽ വിത്ത് ഇൻഡിവിജ്വൽ, ഇൻഡിവിജ്വൽ വിത്ത് ഗ്രൂപ്പ്, ഗ്രൂപ്പ് വിത്ത് ഗ്രൂപ്പ്. ഓക്കെ. 3 രീതിയിൽ സൊസൈറ്റിയിലെ സോഷ്യൽ ഇന്ററാക്ഷൻ നടക്കും. സോഷ്യൽ ഇന്ററാക്ഷൻ, സോഷ്യൽ കോണ്ടാക്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആർ അറ്റ്മോസ്റ്റ് എസെൻഷ്യൽ ഫോർ സോഷ്യൽ പ്രോസസ്. സോഷ്യൽ പ്രോസസ്സിന് അല്ലെങ്കിൽ സാമൂഹിക പ്രക്രിയയ്ക്ക് സോഷ്യൽ ഇന്ററാക്ഷനും കോണ്ടാക്റ്റും കമ്മ്യൂണിക്കേഷനും അറ്റ്മോസ്റ്റ് എസെൻഷ്യൽ എലമെന്റ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ. സോഷ്യൽ പ്രോസസ് എന്ന് പറഞ്ഞ സിസ്റ്റം ഓഫ് സോഷ്യൽ ഇന്ററാക്ഷൻ ആണ് ഒരു ലൈഫിന്റെ ഒരു ഇൻഡിവിജ്വലിന്റെ ലൈഫിന്റെ എസെൻസ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ സോഷ്യൽ പ്രോസസ് ആണ്. ഓക്കെ. സോഷ്യൽ പ്രോസസ് എന്താന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ പലതരത്തിലുള്ള സോഷ്യൽ പ്രോസസ് ഉണ്ട് അല്ലെ. അപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോഷ്യൽ പ്രോസസ് എന്താന്ന് നോക്കാം. ഒന്ന് അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്, ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ ഹോൾഡ് ടുഗദർ ചെയ്യുന്നത്, ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന സോഷ്യൽ പ്രോസസ്സുകളാണ് അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്. നെക്സ്റ്റ് ഡിസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ് ആണ്. കൈൻഡ്സ് ഓഫ് സോഷ്യൽ പ്രോസസ് ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ സെപ്പറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിസോർഗനൈസേഷന് വേണ്ടിയിട്ടുള്ള സോഷ്യൽ പ്രോസസ് ആണ് ഡിസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്. ഓക്കെ. associative social process. These kinds of social process helps in holding together like cooperation, organization and integration.
അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സിൽ വരുന്ന പലതരം സോഷ്യൽ പ്രോസസ്സുകളാണ്. ഒന്ന് കോപ്പറേഷൻ, അക്കോമഡേഷൻ, അസിമിലേഷൻ, ഇന്റഗ്രേഷൻ ആൻഡ് അഡ്ജസ്റ്റ്മെന്റ്. അങ്ങനെ 5 പ്രോസസ്സാണ് നമുക്ക് അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സിൽ പഠിക്കാനുള്ളത്. ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇനി വരുന്ന സ്ലൈഡിൽ പഠിക്കും. ഫസ്റ്റ് വൺ കോപ്പറേഷൻ, അക്കോമഡേഷൻ, അസിമിലേഷൻ, ഇന്റഗ്രേഷൻ ആൻഡ് അഡ്ജസ്റ്റ്മെന്റ്. ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ ഹോൾഡ് ചെയ്യാൻ അല്ലെങ്കിൽ അവരെ കോപ്പറേറ്റ് ചെയ്ത് വൺ യൂണിറ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന സോഷ്യൽ പ്രോസസ്സാണ് അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്. Dissociative social process means these kinds of social process cause to pull apart or disorganization or separation in the society. സൊസൈറ്റിയുടെ സെപ്പറേഷൻ അല്ലെങ്കിൽ ഡിസ്ഓർഗനൈസേഷനോ നയിക്കുന്ന സോഷ്യൽ പ്രോസസ്സാണ് ഡിസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്. അതിൽ വരുന്ന പ്രോസസ്സുകളാണ് ഒന്ന് കോമ്പറ്റീഷൻ, നെക്സ്റ്റ് കോൺഫ്ലിക്റ്റ് ആൻഡ് കോൺട്രാവെൻഷൻ. ഓക്കെ, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സോഷ്യൽ പ്രോസസ് ആണ് അസോസിയേറ്റീവും ഡിസോസിയേറ്റീവും. അസോസിയേറ്റീവിൽ 5 പ്രോസസ്സാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഡിസോസിയേറ്റീവിൽ 3 പ്രോസസ്സ്. അപ്പൊ നമുക്ക് ഓരോന്നും വിശദമായിട്ട് നോക്കാം. അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സിൽ ഫസ്റ്റ് വൺ കോപ്പറേഷൻ. കോപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഒരു സഹകരിച്ചിട്ട് ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടാസ്ക് അല്ലെങ്കിൽ ഗോൾ അച്ചീവ് ചെയ്തെടുക്കാൻ അവര് വർക്കിംഗ് ടുഗദർ ഫോർ ദാറ്റ് ടാസ്ക്. ഓക്കെ, ഇറ്റ് ഈസ് എ സോഷ്യൽ പ്രോസസ് വെൻ പീപ്പിൾ വർക്ക് ടുഗദർ ടു സോൾവ് പ്രോബ്ലംസ് ഓർ റീച്ച് ദ കോമൺ ഗോൾ. ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നം വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ തിങ് അച്ചീവ് ചെയ്യാനോ വേണ്ടി ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിള് ഒന്നായി പ്രവർത്തിക്കുക, ഒത്തൊരുമിച്ച് മുന്നേറുന്ന പ്രക്രിയയാണ് cooperation. Okay, it may be voluntary or organized as implementing developmental plans. The term derived from the Latin word co means together and operare means to work. That means working together. Cooperation എന്ന വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ലാറ്റിൻ വേർഡായ കോ നിന്നും ഒപ്പററി നിന്നുമാണ്. കോ മീൻസ് ടുഗദർ എന്നും ഒപ്പററി മീൻസ് വർക്ക് ടു വർക്ക് എന്നാണ്. അങ്ങനെയാണ് കോപ്പറേഷൻ മീൻസ് വർക്കിംഗ് ടുഗദർ എന്നായത്. ഒത്തൊരുമിച്ച് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കോമൺ ഗോളിലേക്ക് റീച്ച് ചെയ്യാനോ ഉള്ള സോഷ്യൽ പ്രോസസ്സാണ് കോപ്പറേഷൻ. ഓക്കെ, നെക്സ്റ്റ് അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സാണ് അക്കോമഡേഷൻ. അക്കോമഡേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെ ഇടയിൽ പോയിട്ട് ഒരു മീഡിയേറ്റർ ആവാന്നൊക്കെ പറയില്ലേ നമ്മള്, മീഡിയേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്തിട്ടോ ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെ ഇടയിലുള്ള ഇപ്പൊ എന്തെങ്കിലും വാക്ക് തർക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റിക്ക് പോവാച്ചെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രോസസ്സാണ് അക്കോമഡേഷൻ. Accommodation, it is a form of social process on which 2 or more person or groups interact in order to prevent, reduce or eliminate conflict. 2 or more പേഴ്സന്റെ ഇടയിലോ ഗ്രൂപ്പിന്റെ ഇടയിലോ അവരുടെ വാക്ക് തർക്കങ്ങളോ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ആവാനോ വയലൻസിലേക്ക് നയിക്കുന്നുണ്ടെങ്കിൽ അത് പ്രിവെന്റ് ചെയ്യാനുള്ള പ്രോസസ്സാണ് അക്കോമഡേഷൻ. എക്സാമ്പിൾ പറയാച്ചെങ്കിൽ നമ്മൾ കോംപ്രമൈസ്, മീഡിയേഷൻ, ആർബിട്രേഷൻ ഒക്കെ പറയുന്നതാണ് നമ്മൾ അക്കോമഡേഷന്റെ എക്സാമ്പിൾ. ഓക്കെ, കോപ്പറേഷൻ പറഞ്ഞാൽ നമുക്കറിയാം അതും ഒരു ഒത്തൊരുമിച്ചുള്ള ഒരു പ്രക്രിയയാണ്. അതുപോലെ തന്നെയാണ് അക്കോമഡേഷൻ. ഒരു കോൺഫ്ലിക്റ്റ് ഇല്ലാണ്ട് തടയോ വയലൻസ് ഇല്ലാതെ തടയോ അതൊക്കെ ഗ്രൂപ്പിനെ ഒന്നായിട്ട് നിർത്തുന്ന യൂണിറ്റി ആയിട്ട് നിർത്തുന്ന പ്രക്രിയയാണല്ലോ. അതുകൊണ്ടാണ് അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സിലെ കോപ്പറേഷനും അക്കോമഡേഷനും വന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അസിമിലേഷൻ ആണ്. അസിമിലേഷൻ, ഇൻ ദിസ് പ്രോസസ് ദി ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്സ് ആർ very different at first. By close social interaction or contact over a long period, they become similar. Example, tribal people. Assimilation എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ 2 ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഫസ്റ്റ് 2 ഗ്രൂപ്പിനും ഡിഫറെന്റ് സ്വഭാവങ്ങളായിരിക്കാം, കൾച്ചർ ആയിരിക്കാം, എല്ലാം ഡിഫറെന്റ് ആയിരിക്കാം ഫസ്റ്റ്. പക്ഷെ ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഒരു ഇന്ററാക്ഷനിലേക്ക് വരുമ്പോൾ, ഇന്ററാക്ഷനോ കോണ്ടാക്റ്റോ കമ്മ്യൂണിക്കേഷനോ വരുമ്പോൾ ആ ഗ്രൂപ്പിലത്തെ പല കാര്യങ്ങളും, സ്വഭാവങ്ങളായിക്കോട്ടെ, മെമ്പേഴ്സിന്റെ സ്വഭാവങ്ങളായിക്കോട്ടെ, കൾച്ചറിലൊക്കെ
ഒരു മാറ്റം വരാൻ സാധ്യതയുണ്ട്. ഈ ഗ്രൂപ്പിലത്തെ ആ ഗ്രൂപ്പിലേക്കും ആ ഗ്രൂപ്പിലത്തെ ഈ ഗ്രൂപ്പിലേക്കും വരാൻ ചാൻസ് ഉണ്ട്. ഇതിനൊരു എക്സാമ്പിൾ പറയാ ട്രൈബൽ പീപ്പിൾ. ഇപ്പൊ ട്രൈബൽ പീപ്പിൾ നമ്മുടെ വേറൊരു അർബൻ ഏരിയയിലേക്കോ അല്ലെങ്കിൽ അവരായിട്ട് മുന്തിയ ഒരു ഏരിയയിലേക്ക് പോവാച്ചെങ്കിൽ അവരുടെയായിട്ടുള്ള ഇടപെടലുകൾ വഴി അവർക്ക് അവരുടെ കൾച്ചറെ അക്വയർ ചെയ്യാനും ഒക്കെ സാധിക്കും. അതാണ് അസിമിലേഷൻ വഴി ഉദ്ദേശിക്കുന്നത്. Thus, assimilation is a process whereby persons and groups acquire the culture of other group unconsciously on the principle of give and take in a slow gradual process. നമ്മൾ പറഞ്ഞു രണ്ട് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഫസ്റ്റ് അവര് എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. അവരുടെ എല്ലാ കാര്യങ്ങളും എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ ഇന്ററാക്ഷൻ വഴി, കോണ്ടാക്ട് വഴി, കമ്മ്യൂണിക്കേഷൻ വഴി അവരറിയാതെ അൺകോൺഷ്യസ്ലി നടക്കുന്ന ഒരു പ്രോസസ്സാണിത്. ഓക്കെ, അങ്ങനെ മാറാം എന്ന് വിചാരിച്ച് നടക്കുന്ന ഒന്നല്ല, അൺകോൺഷ്യസ്ലി നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അതും വളരെ സമയം എടുത്തിട്ട് സ്ലോ ആൻഡ് ഗ്രാജുവൽ പ്രോസസ്സാണ്. ഓക്കെ, അങ്ങനെ ഒരു ഗീവ് ആൻഡ് ടേക്ക് വഴി ഇവരുടെ കൾച്ചർ, രണ്ട് ഗ്രൂപ്പിന്റെയും കൾച്ചർ ഈ ഗ്രൂപ്പിന്റെ ആ ഗ്രൂപ്പിക്കും ഈ ഗ്രൂപ്പിന്റെ മറ്റേ ഗ്രൂപ്പിലേക്കും അക്വയർ ചെയ്തെടുക്കുന്നതാണ് അസിമിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ് ആണ് ഇന്റഗ്രേഷൻ. Integration, it is the process by which separate groups are combined into unified society, bringing of people of different racial or ethnic groups into unrestricted and equal association. Integration എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ കമ്പൈൻ ചെയ്ത് ഒരൊറ്റ ഗ്രൂപ്പ് ആക്കുക, യൂണിഫൈഡ് സൊസൈറ്റി ആക്കുക. അതാണ് ഇന്റഗ്രേഷൻ കൂടെ ഉദ്ദേശിക്കുന്നത്. അത് പല പല റേഷ്യൽ എത്നിക് ഗ്രൂപ്പ് ഒക്കെ ആയിരിക്കാം, പക്ഷെ അവരെ കമ്പൈൻ ചെയ്തിട്ട് ഈക്വൽ അസോസിയേഷൻ ഉള്ള ഗ്രൂപ്പ് ആക്കുക. യാതൊരുവിധ റെസ്ട്രിക്ഷനോ ഒന്നുമില്ലാതെ ഒരൊറ്റ യൂണിഫൈഡ് സൊസൈറ്റി ആക്കുക. അതാണ് ഇന്റഗ്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്റഗ്രേഷൻ റിസൾട്ട് ഇൻ ആക്റ്റീവ് ഹാർമോണിയസ് റിലേഷൻഷിപ്പ്. ഇറ്റ് ഗീവ്സ് ആക്സസ് ടു ഓൾ ഏരിയസ് ഓഫ് കമ്മ്യൂണിറ്റി ലൈഫ് ആൻഡ് എലിമിനേറ്റ് സെഗ്രിഗേഷൻ. ഇന്റഗ്രേഷൻ പല പല സെപ്പറേറ്റ് ഗ്രൂപ്പ്, ജാതിയായിട്ടോ ഇപ്പോൾ സ്റ്റാറ്റസ് വെച്ചിട്ടോ ക്ലാസ്സും കാസ്റ്റും അങ്ങനത്തെ എല്ലാ ഗ്രൂപ്പിനെയും കമ്പൈൻ ചെയ്ത് യൂണിഫൈഡ് സൊസൈറ്റി ആക്കുക. അപ്പൊ അവിടെ യാതൊരുവിധ റെസ്ട്രിക്ഷൻസോ സെഗ്രിഗേഷൻസോ ഒന്നുമില്ല. എല്ലാ കമ്മ്യൂണിറ്റി എല്ലാവരും ഒരേപോലെ കാണുന്നതാണ് ഇന്റഗ്രേഷൻ. എല്ലാവർക്കും ഈക്വൽ പാർട്ടിസിപ്പേഷൻ കൊടുക്കുക. ഇതാണ് ഇന്റഗ്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്റഗ്രേഷൻ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഹാർമോണിയസ് റിലേഷൻഷിപ്പിലേക്കാണ് നയിക്കുന്നത് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ് ആണ് അഡ്ജസ്റ്റ്മെന്റ്. അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് വളരെ സുപരിചിതമായ ഒരു വാക്കാണല്ലേ അഡ്ജസ്റ്റ്മെന്റ്. നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ നീഡ്സ് സഫലമാക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ നമ്മൾ എൻവയോൺമെന്റിനോട്, അവിടുത്തെ സാഹചര്യത്തോട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ആ സാഹചര്യം നമ്മുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ സാഹചര്യത്തെ നമ്മൾ അഡ്ജസ്റ്റ് ആക്കും. രണ്ട് രീതിയിൽ നടക്കാം. One, it is a process which man try to fit his need to his environment or the environment to his needs. ഒക്കെ ഇപ്പൊ ഓരോ സാഹചര്യങ്ങളാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. മാരേജ്, അതുപോലെ ഇപ്പൊ നമ്മൾ പുറത്ത് പോയി, അപ്പൊ സീസൺ ക്ലൈമറ്റ് വളരെ നല്ലൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ അഡ്ജസ്റ്റ്മെന്റിന്. ചൂട് കാലമായാലും തണുപ്പ് കാലമായാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതി വ്യത്യാസമാണല്ലേ. ഒന്നെങ്കിൽ എൻവയോൺമെന്റ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, ഇപ്പൊ എൻവയോൺമെന്റ് പറഞ്ഞ എല്ലാ നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന എൻവയോൺമെന്റ്, സോഷ്യൽ കണ്ടീഷൻ, നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന പീപ്പിള്, അവിടുത്തെ ഫിസിക്കൽ കണ്ടീഷൻ, ക്ലൈമറ്റ്, അതൊക്കെയാണ് നമ്മൾ എൻവയോൺമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഒന്നെങ്കിൽ മാൻ ട്രൈ ടു ഫിറ്റ് ഹിസ് നീഡ്സ് ടു ദ എൻവയോൺമെന്റ് ഓർ എൻവയോൺമെന്റ് ടു ഹിസ് നീഡ്സ്. ഓക്കെ, അതാണ് അഡ്ജസ്റ്റ്മെന്റിന്റെ എക്സാമ്പിൾ. അപ്പൊ നമ്മൾ അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സിലെ 5 സോഷ്യൽ പ്രോസസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഫസ്റ്റ് വൺ കോപ്പറേഷൻ, സെക്കൻഡ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അക്കോമഡേഷൻ, തേർഡ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്തത് അസിമിലേഷൻ, ആൻഡ് ഫോർത്ത് വൺ ഇന്റഗ്രേഷൻ, ആൻഡ് ഫിഫ്ത്ത് വൺ അഡ്ജസ്റ്റ്മെന്റ്. ഓക്കെ, അങ്ങനെ 5 അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഡിസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സ് നോക്കാം. ഡിസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സിനെ നമ്മൾ പഠിച്ചു. ഡിസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സ് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സോഷ്യൽ പ്രോസസ് ആണ് അല്ലേ. ഡിസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ് റിഫർ ടു
interaction and relationship that lead to social separation, division, or even disintegration within a group or society. This process can hinder social progress and development. ഇപ്പൊ നമ്മൾ ഒരു ആലോചിക്കുക വെച്ചാൽ അസോസിയേഷൻ എപ്പോഴും നല്ലതാണ് അല്ലെ. അത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെ അസോസിയേഷൻ അവർ ഒന്നായി മുന്നേറുന്നത് ആ സൊസൈറ്റിക്ക് എപ്പോഴും നല്ലതാണ്. പക്ഷെ ഒരു ഡിസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ സെപ്പറേറ്റ് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, ഡിസിൻറ്റഗ്രേഷൻ ചെയ്യുക, അതൊക്കെയാണ് അവരുടെ ഇന്ററാക്ഷൻ വഴി അതാണ് നടക്കുന്നത്. അവരുടെ ഇന്ററാക്ഷൻ വഴി നടക്കുന്നത് ഡിവിഷനും സെപ്പറേഷനും ഡിസിൻറ്റഗ്രേഷനും ആണ്. അതുകൊണ്ട് തന്നെ ഡിസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സ് സൊസൈറ്റിയുടെ പ്രോഗ്രസിനെയും ഡെവലപ്മെന്റിനെയും തടയും. അസോസിയേറ്റീവ് വെച്ചെങ്കിൽ അത് നല്ലൊരു ഡെവലപ്മെന്റ് ആണ് സൊസൈറ്റിക്ക് കൊടുക്കുക. പക്ഷെ ഡിസോസിയേറ്റീവ് അങ്ങനെയല്ല. ആ സൊസൈറ്റിയിൽ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്ന ഡെവലപ്മെന്റിനെ പോലും ഡിസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സ് ഹിൻഡർ ചെയ്യും. ഓക്കെ, ഫസ്റ്റ് സോഷ്യൽ പ്രോസസ് ആണ് കോമ്പറ്റീഷൻ. കോമ്പറ്റീഷൻ മീൻസ് നമുക്കറിയാം കോമ്പറ്റീഷൻ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് എവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടല്ലേ. ഇപ്പോഴത്തെ സമൂഹത്തിലെ എല്ലാ മേഖലകളിലും കോമ്പറ്റീഷൻ ആണ്. ഒരു പർട്ടിക്കുലർ തിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് അതിന് സ്ട്രൈവ് ചെയ്യുന്നത് ആ കോമ്പറ്റീഷനിൽ. പക്ഷെ കോമ്പറ്റീഷൻ ഒരു പോസിറ്റീവ് ഭാഗമുണ്ട്, ഒരു നെഗറ്റീവ് ഭാഗമുണ്ട്. കോമ്പറ്റീറ്റീവ് മൈൻഡ് നല്ലതാണ്. പക്ഷെ ആ കോമ്പറ്റീറ്റീവ് മൈൻഡ് ഹാംഫുൾ ആണ്. എപ്പോൾ അതൊരു വയലൻസിലേക്കോ കോൺഫ്ലിക്റ്റിക്കോ നയിക്കുകയാണെങ്കിൽ ആ കോമ്പറ്റീഷൻ ഹാംഫുൾ ആണ്. ഓക്കെ, കോമ്പറ്റീഷൻ striving for the same limited resources or goals which can create tension and rivalry. This is going on all time in society, maybe for social status, job, etc. ഒരു എക്സാമിനും ഒരു ജോലിക്കും എല്ലായിടത്തും കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു കാലഘട്ടമാണിത്. അത് നല്ലതാണെന്നും പോസിറ്റീവും നെഗറ്റീവും ഉണ്ടെന്ന് പറഞ്ഞു. അത് ഓരോ ഇൻഡിവിജ്വലിനും ടെൻഷൻ, അതുപോലെ അങ്ങനെ സ്ട്രെസ് കാര്യങ്ങൾ കൊടുക്കാം. അത് കോമ്പറ്റേറ്റീവ് മൈൻഡ് നല്ലതാണെങ്കിൽ പോലും അതൊരു പരിധി വിട്ട് കഴിഞ്ഞാൽ അത് വെരി ബാഡ് ആണ്. ഓക്കെ, അതാണ് കോമ്പറ്റീഷൻ. നെക്സ്റ്റ് ഡിസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ് ആണ് കോൺഫ്ലിക്റ്റ്. കോൺഫ്ലിക്റ്റ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് പേഴ്സൺ ഓർ ഗ്രൂപ്പ്സ് ട്രൈ ടു അറ്റൈൻ ദെയർ ഗോൾസ് ബൈ കോഴ്സിങ് ഈച്ച് അതർ ഓപ്പൺലി ആൻഡ് കോൺസ്റ്റ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ്സ്. ഡിസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സിന്റെ മൂന്നാമത്തെ സോഷ്യൽ പ്രോസസ്സാണ് കോൺട്രാവെൻഷൻ. കോൺട്രാവെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോൺഫ്ലിക്റ്റിനെയും കോമ്പറ്റീഷനും ഒരു ഇന്റർമീഡിയറ്റ് ആണ്. കോമ്പറ്റീഷൻ ആണോ എന്ന് ചോദിച്ചാൽ കോമ്പറ്റീഷൻ അല്ല, കോൺഫ്ലിക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ കോൺഫ്ലിക്റ്റും അല്ല. കോൺട്രാവെൻഷൻ പറഞ്ഞ ഒരു ലംഘനം. കോൺഫ്ലിക്റ്റ് വയലൻസ് ആയിട്ടും ഇല്ല, പക്ഷെ കോമ്പറ്റീഷൻ അങ്ങനെ ഒരു മൈൻഡും അല്ല. ലംഘനം എന്നാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. It is a social process intermediate between competition and conflict. Examples of contravention in social process include civil disobedience, protest against unjust laws, or even minor acts of rebellion against social expectations. In essence, contravention is a dynamic force in social process capable of both disrupting existing structures and driving social evolution. നമ്മൾ പറഞ്ഞു കോൺട്രാവെൻഷൻ കോൺഫ്ലിക്റ്റിന്റെയും കോമ്പറ്റീഷന്റെ ഒരു ഇന്റർമീഡിയറ്റ് ആണ്. എക്സാമ്പിൾ പറയാ നമ്മൾ ലോ അനുസരിക്കാതിരിക്കുക, എതിർക്കുക നിയമങ്ങളെയൊക്കെ, അതൊക്കെയാണ് ഈ കോൺട്രാവെൻഷനിൽ വരുന്നത്. അത് നമ്മുടെ ഒരു സൊസൈറ്റിയുടെ സ്ട്രക്ചറിനെ, സോഷ്യൽ സ്ട്രക്ചറിനെ തന്നെ ബാധിക്കും എന്നൊരു പ്രോസസ്സാണ് കോൺട്രാവെൻഷൻ. ഓക്കെ, സോഷ്യൽ പ്രോസസ്സിലെ അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സും ഡിസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സോഷ്യൽ കൺട്രോൾ, സാമൂഹിക നിയന്ത്രണം. ഓരോ സൊസൈറ്റിക്കും ഈവൻ ഓരോ സോഷ്യൽ ഗ്രൂപ്പിന് പോലും ഓരോ സോഷ്യൽ കൺട്രോൾ ഉണ്ടാവും. സോഷ്യൽ കൺട്രോൾ refers to the control of society or the individuals to bring peace and harmony to the society. ആ സൊസൈറ്റിയിലെ ഇൻഡിവിജ്വൽസിനെ കൺട്രോൾ ചെയ്യാനും ആ സൊസൈറ്റിയുടെ പീസിനും ഹാർമണിക്കും വേണ്ടിയിട്ടും ആ സൊസൈറ്റീനെ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാനുമാണ് സോഷ്യൽ കൺട്രോൾ ഓരോ സൊസൈറ്റിയും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ആ
ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓരോ കൺട്രോളും അനുസരിക്കുന്നില്ലേ എന്നും ഈ സൊസൈറ്റിയുടെ അല്ലെങ്കിൽ സോഷ്യൽ കൺട്രോള് നോക്കണം, കൺഫേം ചെയ്യണം. ഓക്കെ, സോഷ്യൽ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ മെയിൻ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് സോഷ്യൽ കൺട്രോൾ. Social control refers to ways society ensure conformity to norms and rules, maintaining social order. It encompasses both formal and informal mechanisms that regulate individual and group behavior, ultimately promoting stability and predictability. ഒരു സൊസൈറ്റിയുടെ സന്തുലിതാവസ്ഥ, ഒരു സൊസൈറ്റിനെ സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഒരു സോഷ്യൽ കൺട്രോള് ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. സമൂഹത്തിന്റെ സമാധാനത്തിനും ഐക്യം നിലനിർത്താനും വേണ്ടിയിട്ട് വ്യക്തികളുടെ മേൽ സമൂഹം ചുമത്തുന്ന അല്ലെങ്കിൽ സമൂഹം നൽകുന്ന ഒരു നിയന്ത്രണമാണ് സാമൂഹിക നിയന്ത്രണം. ഓക്കെ, സമൂഹത്തിലെ നിയമങ്ങൾ പാലിക്കുക, മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ട് ഉറപ്പ് വരുത്തുക, സാമൂഹികത്തിന്റെ ക്ഷേമം അല്ലെങ്കിൽ സാമൂഹിക ക്രമം നിലനിർത്തുക, അതൊക്കെയാണ് ഈ സാമൂഹിക നിയന്ത്രണം അഥവാ സോഷ്യൽ കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഇൻഡിവിജ്വലിന്റെ പെരുമാറ്റത്തെ നിയന്ത്രിക്കാനും സോഷ്യൽ കൺട്രോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരു നല്ലൊരു ഇൻഡിവിജ്വൽ, സോഷ്യലൈസ്ഡ് ആയിട്ട് ഒരു ഇൻഡിവിജ്വലിന് അറിയാം ഒരു സൊസൈറ്റിയിൽ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യേണ്ടത്. അതിന് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫാക്ടറാണ് സോഷ്യൽ കൺട്രോൾ. സോഷ്യൽ കൺട്രോൾ ഇൻവോൾവ്സ് ദ പ്രോസസ് വിച്ച് സൊസൈറ്റീസ് ഇൻഫ്ലുവൻസ് ബിഹേവിയർ ടു അലൈൻ വിത്ത് എസ്റ്റാബ്ലിഷ്ഡ് നോംസ് ആൻഡ് വാല്യൂസ്, പ്രിവെന്റിംഗ് ചൗസ് ആൻഡ് പ്രൊമോട്ടിംഗ് സോഷ്യൽ കൊഹിഷൻ. സൊസൈറ്റി ഓൾറെഡി ഉണ്ടാക്കി വെച്ച കുറേ സോഷ്യൽ കൺട്രോൾസ് ഉണ്ട്. നമ്മുടെ റൂൾസ് റെഗുലേഷൻ, ഫോർമലായിട്ട് നമ്മുടെ റൂൾസ് റെഗുലേഷൻ കോഡ് ലോ ഒക്കെ. പക്ഷെ ഇൻഫോർമൽ ആയിട്ടുള്ളതാണ് നമ്മുടെ വാല്യൂസ് ബിലീഫ്സ് കൾച്ചേഴ്സ് ഒക്കെ. അതൊക്കെ ആ ഇൻഡിവിജ്വല് അതൊന്നും അനുസരിച്ചില്ലെങ്കിൽ ആ സൊസൈറ്റി ഒരു കോൺഫ്ലിക്റ്റിലേക്കോ അല്ലെങ്കിൽ ഒരു ചവോസ് പ്രിവെന്റ് ചെയ്യാനും പ്രൊമോട്ടിങ് സോഷ്യൽ കൊഹിഷനും ഈ സോഷ്യൽ കൺട്രോള് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സോഷ്യൽ കൺട്രോളിന്റെ ഫെയിലിയർ ആ സൊസൈറ്റിയുടെ തന്നെ താളം തെറ്റിക്കും. എനി ഫോം ഓഫ് ഫെയിലിയർ ഇൻ സോഷ്യൽ കൺട്രോൾ വിൽ ബി റിസൾട്ട് ഇൻ ഡിസ്ഓർഗനൈസേഷൻ ഓഫ് ദ സൊസൈറ്റി. ആ സൊസൈറ്റീനെ അൺസ്റ്റേബിൾ ആക്കാനും ഡിസോർഗനൈസ് ചെയ്യാനും ഒരു സോഷ്യൽ കൺട്രോളിന്റെ ഫെയിലിയറിന് സാധിക്കും. ഓക്കെ, സോഷ്യൽ കൺട്രോള് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ഫോർമൽ ഉണ്ട്, ഇൻഫോർമൽ ഉണ്ട്, ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്, പോസിറ്റീവ്, നെഗറ്റീവ്, അങ്ങനെ പലതരത്തിലും നമുക്ക് സോഷ്യൽ കൺട്രോളിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സാധിക്കും. Society make use of various means of social control depending upon the time and social situation for realization of its purpose. They can both formal like laws and legal system and informal such as social pressure, peer influence and family expectations. ഫോർമലും ഉണ്ട് ഇൻഫോർമൽ ഉണ്ട് എന്ന് പറഞ്ഞു. ഫോർമൽ മീൻസ് നമ്മുടെ പോലീസ്, കോർട്സ്, പ്രിസൺസ്, ലോസ് ആൻഡ് റെഗുലേഷൻ. ഇൻഫോർമൽ മീൻസ് നമ്മുടെ ഫാമിലിയിൽ നിന്ന് ഇങ്ങനെ ചെയ്യണം. ഒരു മുതിർന്ന ആള് വരുമ്പോൾ നീച്ച് നിൽക്കണം എന്നൊക്കെ പറയുന്നത് എവിടെ എഴുതി വെച്ചിട്ടുള്ള ഒരു കാര്യങ്ങളല്ല. അതൊക്കെ ഇൻഫോർമൽ ആണ്. നമ്മുടെ ഫാമിലിയിൽ നിന്നും നമ്മുടെ പാരന്റ്സ് ഒക്കെ നമ്മളോട് പറഞ്ഞു തന്ന കാര്യങ്ങളാണല്ലേ, അതൊക്കെയാണ് ഇൻഫോർമലിൽ വരുന്നത്. ഓക്കെ, ഈ ടൈപ്സ് ഓഫ് സോഷ്യൽ കൺട്രോളിൽ നമുക്ക് ഫസ്റ്റ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സോഷ്യൽ കൺട്രോൾ നോക്കാം. പോസിറ്റീവ് സോഷ്യൽ കൺട്രോളും നെഗറ്റീവ് സോഷ്യൽ കൺട്രോളും. പോസിറ്റീവ് സോഷ്യൽ കൺട്രോൾ മീൻസ് ഒരു സൊസൈറ്റിയിൽ ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിള് എന്തെങ്കിലും ഒരു നല്ല പ്രവൃത്തി ചെയ്തു. ഇപ്പോൾ ഒരു ആളിനെ, ഒരു കുളത്തിൽ മുങ്ങി പോകുന്ന കുട്ടീനെ രക്ഷിക്കുക, അങ്ങനെ നല്ല നല്ല പ്രവൃത്തികൾ ചെയ്താൽ ആ സൊസൈറ്റി ആ ഒരു ഇൻഡിവിജ്വലിനെ അംഗീകരിക്കും. എങ്ങനെ അംഗീകരിക്കും? പോസിറ്റീവ് സോഷ്യൽ കൺട്രോൾ രീതിയിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ആ ഇൻഡിവിജ്വലിനെ നൽകിക്കൊണ്ട് ആ ഇൻഡിവിജ്വലിനെ അംഗീകരിക്കും. റിവാർഡ്സ് നൽകി, പ്രൈസ് നൽകി, പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് നൽകി എൻകറേജ് ചെയ്യും. ആ ഇൻഡിവിജ്വൽ ചെയ്ത പോലെ ആ സൊസൈറ്റിയിലത്തെ എല്ലാവരെയും കൊണ്ട് മോട്ടിവേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഈ പോസിറ്റീവ് സോഷ്യൽ കൺട്രോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പോസിറ്റീവ് സോഷ്യൽ കൺട്രോൾ ഇൻവോൾവ്സ് യൂസിങ് റിവാർഡ്സ്, പ്രൈസ്, positive reinforcement to encourage desired behaviors and conformity to social norms. എക്സാമ്പിൾ ആണ് നമ്മുടെ പ്രൈസ്, കോംപ്ലിമെന്റ്സ്, ഗിഫ്റ്റ്, പോസിറ്റീവ് പബ്ലിക് ഒപ്പീനിയൻ. അതൊക്കെയാണ് പോസിറ്റീവ് സോഷ്യൽ കൺട്രോളിന്റെ എക്സാമ്പിൾ. നെഗറ്റീവ് സോഷ്യൽ കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സൊസൈറ്റിയിൽ ആ ഇൻഡിവിജ്വൽ തന്നെ ഒരു നെഗറ്റീവ് കാര്യം ചെയ്തു.
ഇപ്പോൾ ഹെൽമെറ്റ് വെക്കാണ്ട് വണ്ടി ഓടിച്ചു, സീറ്റ് ബെൽറ്റ് ഇടാണ്ട് വണ്ടി ഓടിച്ചു, അങ്ങനെയൊക്കെ വരുമ്പോൾ സൊസൈറ്റി അവന്റെ മേൽ ചുമത്തുന്നതാണ് നെഗറ്റീവ് സോഷ്യൽ കൺട്രോൾ. അവനിപ്പോ ഫൈന് കൊടുക്കുക, ഇംപ്രിസൺമെന്റ് ചെയ്യാം, ടോർച്ചർ ചെയ്യാം, വലിയ വലിയ ക്രൈം ഒക്കെ ആച്ചെങ്കിൽ ഡെത്ത് പെനാൽറ്റി, വധശിക്ഷ വരെ കൊടുക്കാം. ഇതൊക്കെയാണ് നെഗറ്റീവ് സോഷ്യൽ കൺട്രോൾ. ഇനി അങ്ങനെ ആരും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഡിസ്കറേജിന് വേണ്ടിയിട്ടാണ് നെഗറ്റീവ് സോഷ്യൽ കൺട്രോൾ. ആ പ്രവൃത്തി ഡിസ്കറേജ് ചെയ്യാം. പക്ഷേ പോസിറ്റീവ് സോഷ്യൽ കൺട്രോൾ അങ്ങനെയല്ല. ആ നല്ല പ്രവൃത്തി എൻകറേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവരെ മോട്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൊസൈറ്റി അങ്ങനെ റിവാർഡ്സും പ്രൈസും ഒക്കെ കൊടുക്കുന്നത്. നെഗറ്റീവില് എക്സാമ്പിൾ ആണ് നമ്മുടെ ഫൈൻസ്, ഇംപ്രസിൻമെന്റ്, വിപ്പിംഗ്, ടോർച്ചർ, ബാനിഷ്മെന്റ്, ഡെത്ത് പെനാൽറ്റി ഇൻ എക്സ്ട്രീം കേസസ്. ഓക്കെ, ആ നെഗറ്റീവ് കാര്യം എന്താണോ അതിനനുസരിച്ചിട്ട്, അതിന്റെ ഭീകരത കൂടുന്നതിനനുസരിച്ചിട്ട് നെഗറ്റീവ് സോഷ്യൽ കൺട്രോളും കൂടും. ഓക്കെ, അതാണ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സോഷ്യൽ കൺട്രോൾ. ഇനി നെക്സ്റ്റ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സോഷ്യൽ കൺട്രോൾ ആണ്. ഡയറക്റ്റ് സോഷ്യൽ കൺട്രോൾ മീൻസ് നമ്മുടെ ക്ലോസ് റിലേഷൻസ് ഉള്ള ആൾക്കാർ, ഇപ്പൊ ഫാമിലിന്നോ അല്ലെങ്കിൽ ടീച്ചേഴ്സിൽ നിന്നോ നമുക്ക് കിട്ടുന്ന സോഷ്യൽ കൺട്രോൾ ആണ് ഡയറക്റ്റ് സോഷ്യൽ കൺട്രോൾ. ഡയറക്റ്റ് സോഷ്യൽ കൺട്രോൾ ഈസ് എക്സേർട്ടഡ് ബൈ those in close proximity to an individual, often through face to face interaction. അത്രയും ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ക്ലോസ് പ്രോക്സിമിറ്റിയിൽ വരുന്ന റിലേഷൻഷിപ്പ് വരുന്നതാണ് ഡയറക്റ്റ് സോഷ്യൽ കൺട്രോൾ. ഇപ്പൊ എക്സാമ്പിൾ പറയാ വെച്ചാൽ ഇപ്പൊ വീട്ടില് നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാരന്റ്സ് നമ്മളെ ചീത്ത പറയൂലേ, അതൊരു ചീത്ത പറയാന്ന് പറഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് സോഷ്യൽ കൺട്രോൾ ആണ്. അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പാരന്റ്സ് നമ്മളെ ചീത്ത പറയുന്നത്. അത് നെഗറ്റീവ് ആണ്, പ്ലസ് ഡയറക്റ്റ് സോഷ്യൽ കൺട്രോൾ ആണ്. ഇനി സ്കൂളിൽ പോയിട്ട് എക്സാമിന് നല്ല മാർക്ക്, നല്ല അക്കാദമിക് പെർഫോമൻസ് നൽകുക വെച്ചാൽ ടീച്ചേഴ്സ് നമ്മളെ പ്രശംസിക്കും. അത് ഡയറക്റ്റ് പ്ലസ് പോസിറ്റീവ് സോഷ്യൽ കൺട്രോൾ ആണ്. ആ പ്രശംസ എല്ലാ കുട്ടികളെയും മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അതുപോലെ ഫ്രണ്ട്സ് ഗ്രൂപ്പിന്റെ ഇടയിൽ ഒരു ഫ്രണ്ട് മറ്റേ ഫ്രണ്ടിനെ നോട് പറയുകയാണെങ്കിൽ അങ്ങനെ ചെയ്യരുത്, തെറ്റായ കാര്യം നീ അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നതും ഒരു ഡയറക്റ്റ് സോഷ്യൽ കൺട്രോൾ ആണ്. അതൊക്കെയാണ് ഡയറക്റ്റ് സോഷ്യൽ കൺട്രോളിന്റെ എക്സാമ്പിൾസ്. ഓക്കെ, ഇൻഡയറക്റ്റ് സോഷ്യൽ കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് ടു ഫേസ് ഇന്ററാക്ഷനിൽ അല്ലെങ്കിൽ ക്ലോസ് പ്രോക്സിമിറ്റിയിൽ വരുന്ന റിലേഷനിൽ നിന്നല്ലാതെ പുറത്തുനിന്ന് വരുന്ന സോഷ്യൽ കൺട്രോൾ ആണ് ഇൻഡയറക്റ്റ് സോഷ്യൽ കൺട്രോൾ. Indirect social control operate through broader social structures and cultural norms, shaping behavior without a direct constant monitoring. ഇപ്പൊ പാരന്റ്സോ ടീച്ചേഴ്സോ നമ്മളതിനെ മോണിറ്റർ ചെയ്യുന്ന പോലെ, അങ്ങനെ ഒരു ഫേസ് ടു ഫേസ് റിലേഷൻ ഇല്ലാണ്ട്, ഡയറക്റ്റ് അല്ലാതെ ഒരു കോൺസ്റ്റന്റ് മോണിറ്ററിങ് ഇല്ലാതെ നമ്മളതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സോഷ്യൽ കൺട്രോൾ ആണ് ഇൻഡയറക്റ്റ് സോഷ്യൽ കൺട്രോൾ. അത് നമ്മൾക്ക് നമ്മൾ ഒരു ഫാമിലിയിൽ ജനിച്ചപ്പോൾ തന്നെ നമ്മൾ സൊസൈറ്റിയിൽ നമുക്കറിയാം ഇങ്ങനെ ഒരു കസ്റ്റംസ് ഫോളോ ചെയ്യണം, ഇങ്ങനെ ബിഹേവ് ചെയ്യണം, ഈ ട്രഡീഷനാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് അറിയുന്നതാണ് ഇൻഡയറക്റ്റ് സോഷ്യൽ കൺട്രോൾ. എക്സാമ്പിൾ ആണ് ഫോളോയിങ് സൊസൈറ്റൽ കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻ, കൺഫോമിംഗ് ടു പബ്ലിക് ഒപ്പീനിയൻ ആൻഡ് സോഷ്യൽ എക്സ്പെക്ടേഷൻ, എദറിംഗ് ടു ലോസ് ആൻഡ് ലീഗൽ സിസ്റ്റം. ലോനെയും ലീഗൽ സിസ്റ്റം അനുസരിക്കുക, ആ സൊസൈറ്റിയിലെ കൾച്ചറും വാല്യൂസും ബിലീഫ്സും കസ്റ്റംസും ഒക്കെ ഫോളോ ചെയ്യുക. അതൊക്കെയാണ് ഇൻഡയറക്റ്റ് സോഷ്യൽ കൺട്രോൾ. ആരും നമ്മളെ കൊണ്ട് പറഞ്ഞ് ഡയറക്റ്റ്ലി മോണിറ്ററിങ് ചെയ്യിപ്പിക്കുന്നതല്ല. ഓക്കെ, അതാണ് ഇൻഡയറക്റ്റ് സോഷ്യൽ കൺട്രോൾ. ഇനി നെക്സ്റ്റ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ. ഫോർമൽ സോഷ്യൽ കൺട്രോൾ involves established laws, rules and institutions like the legal system. ഫോർമൽ സോഷ്യൽ കൺട്രോളിൽ വരുന്നതാണ് നമ്മുടെ ലോസ്, കോഡ്സ്, റൂൾസ്, റെഗുലേഷൻസ് ഒക്കെ നമ്മുടെ എഴുതി വെച്ച ഒരു കോഡിഫൈഡ് സോഷ്യൽ കൺട്രോൾ ആച്ചെങ്കിൽ അത് ഫോർമൽ ആയിരിക്കും. ബട്ട് ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ ആച്ചെങ്കിൽ അത് നമ്മുടെ സോഷ്യൽ നോംസിലും നമ്മുടെ കൾച്ചറിലും ബിലീഫിലും ആറ്റിറ്റ്യൂഡ്, ഇന്റർപേഴ്സണൽ റിലേഷനിലൊക്കെയാണ് നമ്മുടെ ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ ഉള്ളത്. ഒരു മുതിർന്ന ആള് വരുമ്പോൾ നമ്മൾ നീച്ചു നിൽക്കണം, അങ്ങനെ മുതിർന്നവരോട് ബഹുമാനിക്കണം എന്നൊക്കെ എവിടെ എഴുതി വെച്ച കാര്യങ്ങളല്ല. അത് നമ്മുടെ സൊസൈറ്റി നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതാണ് ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ. ഓക്കെ, അപ്പൊ നമ്മൾ ടൈപ്സ് ഓഫ് സോഷ്യൽ കൺട്രോൾ പഠിച്ചു. അതിൽ ടൈപ്സ് ഓഫ് സോഷ്യൽ കൺട്രോൾ ആണ് പഠിച്ചത്. പോസിറ്റീവ്, നെഗറ്റീവ്, ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്, ഫോർമൽ, ഇൻഫോർമൽ, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോഷ്യൽ കൺട്രോൾ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് സമ്മപ്പ് ചെയ്യാം. ഈ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഫസ്റ്റ് നമ്മൾ പ്രൈമറി ഗ്രൂപ്പിന്റെ ഇമ്പോർട്ടൻസ് പഠിച്ചു, സെക്കൻഡറി ഗ്രൂപ്പിന്റെ ഇമ്പോർട്ടൻസ് പഠിച്ചു,
സോഷ്യൽ പ്രോസസ്സ് പഠിച്ചു, കൈൻഡ്സ് ഓഫ് സോഷ്യൽ പ്രോസസ്സ് പഠിച്ചു, അസോസിയേറ്റീവും ഡിസോസിയേറ്റീവും പഠിച്ചു, പിന്നെ സോഷ്യൽ കൺട്രോളിന്റെ ഡിഫറെന്റ് ടൈപ്സും പഠിച്ചു. എല്ലാ എല്ലാ ടോപ്പിക്കിന്റെയും ഡെഫിനിഷൻസ് നന്നായി പഠിക്കുക, റെഫർ ചെയ്ത് പഠിക്കുക ഒന്നുകൂടി നല്ലത്. ഇതിൽ എഴുതിയത് എന്തായാലും പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, an example of social process. An example of social process. Option A, family. Option B, school. Option C, community. Option D, cooperation. ഇതിന് ആൻസർ ഓപ്ഷൻ ഡി, കോപ്പറേഷൻ ആണ്. ഒരു സോഷ്യൽ പ്രോസസ്സിന്റെ എക്സാമ്പിൾ ആയിരുന്നു കോപ്പറേഷൻ. ഏത് സോഷ്യൽ പ്രോസസ്സ്? അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സിന്റെ എക്സാമ്പിൾ ആയിരുന്നു കോപ്പറേഷൻ. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഫോർമൽ മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ? ഫോർമൽ മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ. ഫോർമൽ മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ. ഓപ്ഷൻ എ, കോർട്ട്. ഓപ്ഷൻ ബി, മോഴ്സ്. ഓപ്ഷൻ സി, ഫോക്ക് വേ. ഓപ്ഷൻ ഡി, കസ്റ്റംസ്. ഓപ്ഷൻ എ, കോർട്ട് ആണ് ആൻസർ. ബാക്കിയൊക്കെ ഇൻഫോർമൽ മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ. Question number 3. Social process by which separate groups are combined into a unified society is called? Option A, adjustment. Option B, assimilation. Option C, integration. Option D, accommodation. ഓപ്ഷൻ സി, ഇന്റഗ്രേഷൻ ആണ്. ഇന്റഗ്രേഷൻ എന്ന സോഷ്യൽ പ്രോസസ് ആണ് സെപ്പറേറ്റ് ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിളിനെ കമ്പൈൻ ചെയ്ത് യൂണിഫൈഡ് സൊസൈറ്റി ആക്കുന്നത്. അതൊരു അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 4. A social process which a man try to fit to his environment is known as? Option A, accommodation. Option B, adjustment. Option C, assimilation. Option D, integration. ഓപ്ഷൻ ബി, അഡ്ജസ്റ്റ്മെന്റ് ആണ് ആൻസർ. അഡ്ജസ്റ്റ്മെന്റ് മീൻസ് സോഷ്യൽ പ്രോസസ് വിച്ച് എ മാൻ ട്രൈ ടു ഫിറ്റ് ടു ഹിസ് എൻവയോൺമെന്റ്. അതാണ് അഡ്ജസ്റ്റ്മെന്റ്. അതും ഒരു അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 5. സോഷ്യൽ ഇന്ററാക്ഷൻ ഇൻക്ലൂഡ്. നമ്മൾ പറഞ്ഞു സോഷ്യൽ ഇന്ററാക്ഷൻ മീൻസ് സോഷ്യൽ പ്രോസസ് ആണ്. ഇനി ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. Option B, intergroup relationship. Option C, both. And option D, none of these. ആൻസർ സി, ബോത്ത് ആണ് ആൻസർ. ഒരു സോഷ്യൽ ഇന്ററാക്ഷൻ മീൻസ് നമുക്ക് അറിയാം സോഷ്യൽ പ്രോസസ് ആണ്. അവിടെ ഇൻഡിവിജ്വൽ ഗ്രൂപ്പും അങ്ങനെ പലതരത്തിലുള്ള ഇന്ററാക്ഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പും ഇന്റർഗ്രൂപ്പ് റിലേഷൻഷിപ്പും ഒരു സോഷ്യൽ ഇന്ററാക്ഷനിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ആൻസർ സി, ബോത്ത് ആണ് ഇതിന്റെ ആൻസർ. Question number 6. Dash is a social process in which persons or groups try to attain their goal by causing harm to each other. Option A, conflict. Option B, competition. Option C, contravention. Option D, cooperation. ഓപ്ഷൻ എ, കോൺഫ്ലിക്റ്റ് ആണ് ആൻസർ. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ഇനി 2 മാർക്ക് ക്വസ്റ്റ്യൻസും 5 മാർക്ക് ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിയ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. 2 മാർക്കിന് മോബ് ചോദിച്ചിട്ടുണ്ട്, ടെമ്പററി സോഷ്യൽ ഗ്രൂപ്പിലെ മോബ് ചോദിച്ചിട്ടുണ്ട്, പിന്നെ അസിമിലേഷൻ സോഷ്യൽ പ്രോസസ്സിൽ നിന്ന്. അപ്പോൾ 5 പ്രോസസ്സ് ഇമ്പോർട്ടന്റ് ആണ്. എല്ലാം 2 മാർക്കിനും 5 മാർക്കിനും ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ സോഷ്യൽ പ്രോസസ്സ് 2 മാർക്കിനും 5 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സോഷ്യൽ പ്രോസസ്സ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ആ 5 പ്രോസസ്സും അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സും ഡിസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സും എക്സ്പ്ലെയിൻ ഒരു ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഒരു 5 മാർക്കിനും 2 മാർക്കിനും ഒക്കെ വരുമ്പോൾ. ഓക്കെ, പിന്നെ സോഷ്യൽ കൺട്രോള് 2 മാർക്കിനും 5 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ അസിമിലേഷൻ ആൻഡ് അക്യുമുലേഷൻ, ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ. ഇന്ന് നമ്മൾ പഠിച്ച സോഷ്യൽ കൺട്രോളും സോഷ്യൽ പ്രോസസ്സും ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 2 മാർക്ക് 5 മാർക്കും 50 മാർക്ക് എസ്സേ അടക്കം ചോദിച്ച ഏരിയയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എല്ലാം ഡെഫിനിഷൻസും പഠിക്കുക. 50 മാർക്കിന് ചോദിച്ചത് സോഷ്യൽ കൺട്രോളും വാരിയസ് മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോളും ചോദിച്ചിട്ടുണ്ട്. ഡിഫൈൻ സോഷ്യൽ ഗ്രൂപ്പ് ആൻഡ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. സോഷ്യൽ ഗ്രൂപ്പ് പറയുമ്പോൾ അതിൽ എല്ലാ ഗ്രൂപ്പും പഠിച്ചു. നമ്മൾ ഇന്ന് പഠിച്ച എല്ലാ ഗ്രൂപ്പും അതിൽ പെട്ടു. സെക്കൻഡറി, പ്രൈമറി, ഇൻ ഗ്രൂപ്പ്, ഔട്ട് ഗ്രൂപ്പ്, ഓർഗനൈസർ ആൻഡ് അൺഓർഗനൈസ്ഡ് ഗ്രൂപ്പ്, റെഫറൻസ് ഗ്രൂപ്പ്, എല്ലാ ഗ്രൂപ്പും കൂടിയിട്ട് 50 മാർക്കിനാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഡിഫൈൻ സോഷ്യൽ പ്രോസസ് ആൻഡ് ഡിസ്ക്രൈബ് മേജർ സോഷ്യൽ പ്രോസസ്. ഓക്കെ, സോഷ്യൽ കൺട്രോൾ, സോഷ്യൽ പ്രോസസ്സും സോഷ്യൽ ഗ്രൂപ്പും എല്ലാം 50 എസ്സേ വരെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാതും നല്ല വൃത്തിയിൽ നല്ലപോലെ പഠിക്കുക. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.